യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞിരിക്കുന്നത് ഞാൻ ഏകനല്ല എന്നാണ്. എന്നാൽ ഞങ്ങൾ യേശുവിനെ ലൈവ് ചെയ്ത് ഏകനാക്കും എന്ന് പറയുന്ന ഒരു കൂട്ടരെ കുറിച്ച് ജേക്കബ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. വണ്ണസ് പെന്തക്കോസ്റ്റൽ അല്ലേ? അതെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് സ്നാനം കഴിപ്പിക്കേണ്ടത് എന്ന് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നു. അപ്പോൾ ആ നാമം ഏതാണ്? യേശു എന്നതാണ് ആ നാമം എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയെങ്കിൽ പിതാവ് യേശുവാണോ? പുത്രൻ യേശുവാണോ? പരിശുദ്ധാത്മാവ് യേശുവാണോ? നമ്മൾ ഇന്ന് ഈ ഒരു ഹെറസിയിലേക്കാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡെനിഷ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പുതിയ നിയമത്തിൻ്റെ അപ്പോക്രിഫയെ പറ്റി നമ്മൾ ടച്ച് ചെയ്ത് വന്നു. അതെ. അതിൽ നമ്മൾ ഫോക്കസ് ചെയ്ത സംഭവമാണ് നോസ്റ്റിസിസം. നോസ്റ്റിസം തന്നെ പുതിയ നിയമത്തിലെ പല വ്യാജ സുവിശേഷങ്ങൾ, വ്യാജ ലേഖനങ്ങളൊക്കെ ഈ നോസ്റ്റിക് ദുരുപദേശം, ജ്ഞാനവാദത്തിൻ്റെ ദുരുപദേശത്തിൽ നിന്ന് ഉടലെടുത്ത് വന്നതിനെ പറ്റി നമ്മളതിനെ പറ്റി ടച്ച് ചെയ്യുകയുണ്ടായി. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്കത് പോയി കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും, അതിൻ്റെ കമൻറ്റിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു സ്ഫോടനമാണ് ഉണ്ടായത്. പലരും നമുക്കെതിരെ ആക്രോശിച്ച് വന്നു. അപ്പോൾ ഞാൻ പഴയ നിയമ അപ്പോക്രിഫയെ പറ്റി ചെയ്തപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു നമ്മുടെ റോമൻ കത്തോലിക്ക സഹോദരങ്ങൾ വന്ന് നമ്മളോട് എതിർക്കും എന്ന് ഞാൻ തിരിച്ച് പ്രതീക്ഷിച്ചു. പക്ഷേ പുതിയ നിയമം അപ്പോക്രിഫ പുസ്തകങ്ങൾ, അത് റോമൻ കത്തോലിക്ക സഭ, ഓർത്തഡോക്സ് സഭ, പ്രൊട്ടസ്റ്റന്റ് സഭ ആർക്കും വിയോജിപ്പില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അതിനെപ്പറ്റി ചെയ്തപ്പം ഒരു സ്ലീപ്പർ സെൽ പോലെ ഉറങ്ങിക്കിടന്ന ഒരു കൂട്ടം ആൾക്കാർ പുതിയ നിയമം അപ്പോക്രിഫയ്ക്ക് എതിരെ നമ്മൾ പറഞ്ഞതിനെ എതിർത്തുകൊണ്ട് വന്നു. അതൊരു അപ്രതീക്ഷിതമായ ഒരു റെസ്പോൺസ് ആണ്. അല്ല, അത് തികച്ച അപ്രതീക്ഷിതമായ ഒരു റെസ്പോൺസാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതി പുതിയ നിയമ അപ്പോക്രിഫയെ ക്രിസ്തീയ വിശ്വാസികൾ ആരും തന്നെ അങ്ങനെ അനുകൂലിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇനി നമുക്കറിയാത്ത ഏതെങ്കിലും ഒരു പുതിയ വിഭാഗം ഉദയം ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതെ. എനിവേ, നിങ്ങൾക്ക് ആ വീഡിയോ പോയി കാണാം. ആ വീഡിയോ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും എൻഡിങ്ങിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞല്ലേ, ഈ നോസിസത്തിൻ്റെ അടിസ്ഥാനത്തോടിൽ തന്ന പല ദുരുപദേശങ്ങൾ, അതിലൊരെണ്ണമാണ് സാബലിനിസം. അതെ. ഈ സാബലിനിസം എന്ന പേര് കേൾക്കുമ്പോൾ വളരെ കട്ടിയായിട്ടുള്ള പേരായിട്ട് തോന്നും. പക്ഷേ ചുരുക്കത്തിൽ എന്താണ് ഈ സാബലിനിസം? സാബലിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവം, ഏകദൈവം, ആ ഏകദൈവം തന്നെ സൃഷ്ടിപ്പിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും സഭയുടെ കാലഘട്ടത്തിൻ്റെയൊക്കെ വ്യത്യസ്ത കാലയളവുകളിൽ 3 വ്യക്തികളായിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ആ ഏകദൈവം തന്നെ 3 വ്യക്തികളായിട്ട്, 3 വ്യക്തികൾ എന്നല്ല, 3 കാലഘട്ടങ്ങൾ, 3 അവതാരങ്ങൾ പോലെ ഇടപെടുന്നു. ഒരാൾ തന്നെ 3 അവതാരങ്ങൾ പോലെ ഇടപെടുന്നു. അതിനെയാണ് ഈ സാബലിനിസം എന്ന് പറയുന്നൊരു ഡോക്ടറിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതായത് പിതാവായിട്ട് പ്രത്യക്ഷപ്പെടുന്നു, പിന്നെ പുത്രനായിട്ട് അതേ വ്യക്തിയെ പ്രത്യക്ഷപ്പെടുന്നു, പിന്നെ പരിശുദ്ധാത്മാവായിട്ട് അതേ വ്യക്തി തന്നെ പ്രത്യക്ഷപ്പെടുന്നു. ഓക്കെ. അപ്പം ഇതും ട്രിനിറ്റിയിൽ നിന്നുള്ള ദുരുപദേശപരമായി നമ്മൾ പറയുന്നതിൻ്റെ കാരണം തൃത്വം പ്രകാരം, അല്ലെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്ന തൃത്വോപദേശ പ്രകാരം ദൈവം സാരാംശത്തിൽ ഏകനും വ്യക്തിത്വത്തിൽ ബഹുത്വമാണ് നമ്മൾ പറഞ്ഞത്. 1 in being, 3 in person. അപ്പോൾ ഏക ദൈവം തന്നെയാണ്. പക്ഷേ പിതാവ് എന്ന വ്യക്തി, പുത്രൻ എന്ന വ്യക്തി, പരിശുദ്ധാത്മാവ് എന്ന വ്യക്തി, ഇവർ 3 നിത്യത മുതൽ നിത്യത വരെ ദൈവത്വത്തിൽ തുല്യരും ദൈവിക മഹത്വത്തിൽ, നമ്മൾ ഈ അത്തനിശ ക്രീണത്തെ കാണുന്ന പോലെ ഈ ഈക്വൽ ഇൻ മജസ്റ്റി എന്ന് പറഞ്ഞ പോലെ തന്നെ. പക്ഷെ അവർ എല്ലാ കാലത്തും ഒരേപോലെ നിലകൊള്ളുന്നവരാണ്. രംഗപ്രവേശനം ചെയ്യുകയോ നാടകത്തിനകത്ത് വേഷം മാറി വരുന്ന പോലെയുള്ള പ്രതിഭാസം നമ്മൾ തൃത്വപ്രകാരം നമ്മൾ കാണുന്നു. അതാണ് സാബലിനിസം തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. അതെ. അപ്പം അവിടെ ഓരോ സാബലിനിസത്തിൽ ഓരോ കാലഘട്ടത്തിൽ അനുസരിച്ചിട്ട് ആ ഒരാൾ തന്നെ, നേരത്തെ പറഞ്ഞ പോലെ ഈ നാടകത്തിൻ്റെ അകത്ത് ഒരാൾ തന്നെ പല റോളുകൾ അഭിനയിക്കുന്ന ഒരു മോണാക്ട് പോലെ ഒരു സംഭവമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കറക്റ്റ്. അപ്പോൾ ഈ സാബലിനിസത്തെ പറ്റി നമ്മൾ പഠിച്ചില്ലും നമ്മൾ കണ്ടുവരുന്ന ഒരു വാചകപ്രയോഗമുണ്ട്, മൊണാർക്കിനിസം. അതെ. എന്താണ് മൊണാർക്കിനിസം എന്ന് ഉദ്ദേശിക്കുന്നത്? അവിടെയാണ് ജേക്കബ് ആദ്യം പറഞ്ഞ നോസ്റ്റിസിസത്തിൻ്റെ ആ ഒരു തുടർച്ച എന്ന് പറയുന്നതുമായിട്ട് ഇതിന് എന്താണ് ഒരു ബന്ധമുള്ളതെന്നുള്ളത്. കാരണം നോസ്റ്റിസിസത്തിൽ നമ്മൾ കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം എന്ന് പറയുന്ന ആ വ്യക്തി, ആ ദൈവം എന്ന് പറയുന്നത് അദൃശ്യനായ, സകലത്തിനും അതീതനായ ദൈവം. എന്നാൽ പഴയ നിയമത്തിലെ യഹോവയായ ദൈവം അതിനേക്കാൾ ഒരു വ്യക്തിയായിട്ട്, താഴെത്തട്ടിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ നോസ്റ്റിസിസത്തിൽ അവർ കണ്ടിരുന്നത്. അപ്പം യഹോവയായ ദൈവത്തിനെ യഹോവ ദൈവത്തിന് എതിരെ നിന്നുകൊണ്ട്, എന്നാൽ അതിന് അതീതനായ മറ്റൊരു ദൈവത്തെയാണ് യേശു പരിചയപ്പെടുത്തിയത്, മറ്റൊരു വ്യക്തിയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഇതാണ് നോസ്റ്റിസിസം കൊണ്ടുവരുന്ന ഒരു ഡ്യുവലിസം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡ്യുവലിസത്തിനെ
എതിർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും ക്രിസ്തീയ വിശ്വാസം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ കാണുന്ന ഏകദൈവ വിശ്വാസം അത് വളരെ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പം അന്ന് നമുക്ക് ഈ മോണോത്തീസം എന്ന് പറയുന്നൊരു പദപ്രയോഗം നമുക്കൊന്ന് ലഭ്യമല്ല. അത് പിൽക്കാലത്ത് വരുന്നൊരു പദപ്രയോഗമാണ് മോണോത്തീസം എന്ന് പറയുന്ന രീതിയിലുള്ളത്. അപ്പം മൊണാർക്കി, ദൈവത്തിൻ്റെ ഏകാധിപത്യം എന്ന് പറയുന്ന ഒരു ആ മോണോത്തീസം എന്നുള്ള ആശയമാണ് ആശയമാണ് അവർ ഡിഫെൻഡ് ചെയ്തത്. അപ്പോൾ അതിനവർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് മൊണാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ പദം അവിടെ ഇല്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആശയമുണ്ട്, പദം അവിടെ ഇല്ല. പക്ഷേ ആ ഏകദൈവ വിശ്വാസത്തിനെ ഊന്നി പറയുന്നതിന് വേണ്ടി മൊണാർക്കി എന്ന് പറയുന്നൊരു പദമാണ് പ്രധാനമായിട്ട് ആ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ടത്. അതായത് മോൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിംഗിൾ, ആർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് റൂൾ അല്ലെങ്കിൽ പവർ. അതെ. അപ്പം ആ ദൈവത്വത്തിലെ ആ സിംഗിൾനെസ്, ഏകദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ റൂൾ പവർ, മറ്റൊരു അസ്തിത്വത്തിലുള്ള മറ്റൊന്നിനില്ലാത്ത ആ ഒരു യുണീക്ക് സംഭവം ദൈവത്തിൽ ഏകമായിട്ട് നിൽക്കുന്നു. ആ ഒരു ഇൻഡിവിജ്വൽ പോയിന്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതെ. അപ്പോൾ പഴയ നിയമത്തിൽ യഹോവയായ ദൈവം വേറൊരു ചെറിയ ഒരു ദൈവം, ദുഷ്ടനായ ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ ഒരു ആധിപത്യം. പിന്നെ അതിനു മുകളിൽ അവരുടെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. ദുഷ്ടനായ ദൈവം എന്ന് പറയുന്നത് അവരുടെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടല്ല. അതിനു മുകളിൽ യേശു പരിചയപ്പെടുത്തിയ പിതാവായ ദൈവം എന്ന് പറയുന്ന ആ രണ്ട് ആധിപത്യങ്ങൾ അല്ല, അങ്ങനെയല്ല. ഏക ദൈവം, സൃഷ്ടിതാവ് തന്നെയാണ് രക്ഷിതാവും. ഏത് ദൈവത്തിനെയാണോ യേശു ക്രിസ്തു പരിചയപ്പെടുത്തി അതേ ദൈവം തന്നെയാണ് പഴയ നിയമത്തിലെ യഹോവ എന്ന് പറയുന്ന. അപ്പോൾ രണ്ട് ആധിപത്യങ്ങളല്ല, ഏക ആധിപത്യം, ഏക ദൈവം. അതാണ് ഈ മൊണാർക്കിയനിസം കൊണ്ട് ബേസിക്കലി ആദ്യകാലത്തിൽ അങ്ങനെയാണ് മൊണാർക്കിയനിസത്തിൻ്റെ ഒരു ആവിർഭാവമെന്നോ അല്ലെങ്കിൽ ഈ നോസ്റ്റിസത്തിനുള്ള പ്രതികരണം എന്നുള്ള നിലയിലാണ് അത്തരത്തിലൊരു ഊന്നൽ ലഭിച്ചതെന്ന് നമുക്ക് പറയാം. ഏകദൈവ വിശ്വാസം എല്ലാ കാലത്തും ഉണ്ട്. എന്നാൽ മൊണാർക്കിയനിസത്തിന് ഒരു ഊന്നൽ ലഭിച്ചത് ഈ നോസ്റ്റിസത്തിനോടുള്ള ഒരു പ്രതികരണമാണ്. പക്ഷേ അവിടെയാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനത്തിൽ മറ്റൊരു എക്സ്ട്രീമിലേക്ക് പോകുന്നൊരു നിലവാരമുണ്ടായി. ഓക്കെ, അത് രണ്ട് രീതിയിലാണ് സംഭവിക്കുന്നതല്ലേ. ഒന്ന് ഡൈനാമിക് മൊണാർക്കിനിസമായിട്ടും മറ്റൊന്ന് മോഡലിസ്റ്റിക് മൊണാർക്കിനിസമായിട്ടും. ഈ മോഡലിസ്റ്റിക് മൊണാർക്കിസമാണ് നമ്മൾ പറഞ്ഞ സാബലിനിസത്തിൻ്റെ സെയിം അതേ പതിപ്പ്. അത് എക്സാക്ട്ലി അതേ സംഭവം തന്നെയാണ്. പക്ഷേ ഈ ഡൈനാമിക് മൊണാർക്കിസിനകത്ത് യേശുവിനെ ദത്തെടുക്കുന്ന ഒരു അഡോപ്ഷനിസ്റ്റ് എലമെന്റ് വരുന്നുണ്ട്. അത് അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ അവരുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ, സ്നാനപ്പെട്ടതിന് ശേഷം വന്നപ്പോൾ, യേശു ക്രിസ്തു ഒരു നല്ല മനുഷ്യനായിരുന്നത് കൊണ്ട് യേശു ക്രിസ്തു ധാർമ്മികമായിട്ട് ഉന്നതമായ നിലവാരം പുലർത്തിയ വ്യക്തി എന്നുള്ള നിലയിൽ യേശുവിനെ ദൈവം അഡോപ്റ്റ് ചെയ്തു തൻ്റെ പുത്രനായിട്ട്. അതാണ് ഡൈനാമിക് മൊണാർക്കിയനിസത്തിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അപ്പം അവിടെ യേശു ക്രിസ്തു ദത്തെടുക്കപ്പെട്ട ദൈവപുത്രനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഏകത്വം അവർ സ്ഥാപിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനുള്ള ആ ഒരു ദൈവികമായ സവിശേഷത എന്ന് പറയുന്നത് യേശുവിന് പ്രദാനം ചെയ്യപ്പെട്ട ഒന്നാണ്, യേശുവിൽ തന്നെ ഉള്ളൊരു ഒന്നല്ല. മറിച്ച് ദൈവം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, ഏക വ്യക്തി. അത് യഹോവയ ദൈവം മാത്രമാണ്, വേറെ ആർക്കും ആ ദൈവത്വമില്ല. അപ്പോൾ യേശുവിന് എന്തെങ്കിലും ഒരു സവിശേഷത ഉണ്ടെങ്കിൽ അത് തൻ്റെ സ്നാനത്തിൻ്റെ സമയത്ത് ലഭിച്ചിട്ടുള്ള അഡോപ്ഷൻ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലൂടെയാണ് അവരതിനെ വിശദീകരിക്കുന്നത്. അപ്പം യേശുവിനുള്ള ദൈവികമായ സവിശേഷതകൾ അവർ ആ നിലയിൽ ഉൾക്കൊണ്ടു. അപ്പോൾ തന്നെ ദൈവം എന്ന് പറയുന്നത് ഒരു ദൈവം, ഏക ദൈവം, അത് പിതാവായ ദൈവം മാത്രമാണ്, വേറെ ആർക്കും പിതാവിന് തുല്യമായ ദൈവത്വമില്ല. ഓക്കെ. അപ്പോൾ അതാണ് ഈ സാബലിനിസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മൊണാർക്കിയനിസം എന്നുള്ള പ്രയോഗങ്ങളിലെ രണ്ട് വേരിയേഷൻസ് ഉള്ളത്. അതെ. ഞാൻ ഈ ട്രിനിറ്റിയെ പറ്റി നമ്മൾ പണ്ട് ഡെനിഷനോട് പറഞ്ഞപ്പം പറഞ്ഞായിരുന്നു, ട്രിനിറ്റി നമ്മൾ മനസ്സിലാക്കുന്നുള്ള ഒരു വ്യൂ ആണ് മൊണാർക്കിയൽ വ്യൂ ഓഫ് ദ ട്രിനിറ്റി എന്ന്. ബോബ് ബ്രാൻസൺ, ജോഷോ സിജോഡ, ഇവരൊക്കെ അന്ന് ഡെനിഷൻ സജസ്റ്റ് ചെയ്ത പേരാണ് മൊണാർക്കിയൽ വ്യൂ ഓഫ് ട്രിനിറ്റി. അപ്പോൾ ആ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും മൊണാർക്കിയൽ വ്യൂ ഓഫ് ട്രിനിറ്റി, ഇവിടെ ഒരു വശത്ത് മൊണാർക്കിനിസം ദുരുപദേശം, ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ് ഈ മൊണാർക്കിയൽ വ്യൂ ഓഫ് ട്രിനിറ്റി? അങ്ങനെയെങ്കിൽ അത് തമ്മിൽ തികച്ചും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ സംസാരിച്ചത് ഡൈനാമിക് മൊണാർക്കിയനിസം, അഡോപ്ഷനിസം എന്ന് പറയുന്ന കാഴ്ചപ്പാട്, യേശുവിനെ ദത്തെടുത്ത് ദൈവത്തിനാക്കി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്. മറ്റൊന്ന് മോഡലിസ്റ്റിക് മൊണാർക്കിയനിസം, അതാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത് സാബലിനിസം. ഒരു ദൈവം, ആ ഏക വ്യക്തി തന്നെ മൂന്ന് കാലഘട്ടങ്ങളിൽ മൂന്ന് രൂപത്തിൽ, വ്യക്തികൾ എന്നുള്ള ആ പദപ്രയോഗം നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു കാഴ്ചപ്പാട് കൂടി എൻ്റെ വന്നുപോയതാണ്. മൂന്ന് രൂപത്തിൽ, അതായിരിക്കും കുറച്ചും കൂടി, മൂന്ന് അവസ്ഥകളിൽ, അങ്ങനെ മൂന്ന് മൂന്ന് അവസ്ഥകളിൽ, മൂന്ന് രൂപത്തിൽ അവതരിക്കുന്നു എന്നുള്ളതാണ് മോഡലിസ്റ്റിക് മൊണാർക്കിയനിസം. ഈ മൊണാർക്കിയൽ വ്യൂ ഓഫ് ട്രിനിറ്റി എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അത് പിതാവിനെ ഏക ഉറവിടമായിട്ട് പറയുന്ന ഒരു, അതാണ് യഥാർത്ഥത്തിൽ ട്രിനിറ്റി ഡോക്ട്രിനായിട്ട് കൗൺസിലുകളിലടക്കം എസ്റ്റാബ്ലിഷ് ചെയ്തതും തിരുവഴുത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പുത്രൻ പിതാവിൽ നിന്നാണ്, പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ്. ആ മൊണാർക്കിയൽ വ്യൂ ഓഫ് ട്രിനിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ ഒരു
ഹിസ്റ്റോറിക്കൽ ഡോക്ട്രിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പം പ്രസക്തമല്ല. കാരണം അത് 2019 ശേഷം ഈ പറയുന്ന ചില തിയോളജിയൻസ് ഇട്ട ഒരു പേരാണ്. ഉപദേശം എല്ലാ കാലത്തും ഉണ്ട്. അതാണ് യഥാർത്ഥത്തിൽ നിക്കിയ സുനഹദോസിലടക്കം നമ്മൾ കാണുന്ന ഉപദേശം എന്ന് പറയുന്നത് ഈ മൊണാർക്കി ഓഫ് ദ ഫാദർ എന്ന് പറയുന്ന ആ വ്യൂ പോയിന്റ് തന്നെയാണ് എല്ലാ കാലത്തും എല്ലാവരും വിശ്വസിച്ചിട്ടുള്ളത്. പക്ഷെ അതിനൊരു ആധുനിക കാലഘട്ടത്തിൽ ചില തിയോളജിൻസ് കൊടുത്തൊരു പേരാണ്. അപ്പോൾ ആ മൊണാർക്കിയൽ ട്രിനിറ്റി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഹിസ്റ്റോറിക്കൽ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ അത്ര റെലവൻ്റ് അല്ല. പിന്നെ മാത്രമല്ല ഇന്ന് കാണുന്ന പോലെ അങ്ങനെ 2-3 ട്രിനിറ്റികൾ എന്ന് പറയുന്നത്, അല്ല ട്രിനിറ്റിയുടെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്ന രീതിയിലൊന്നും നമുക്കന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ മൊണാർക്കി എന്ന് പറയുമ്പോൾ നമ്മൾ 2 രീതിയിലാണ് മനസ്സിലാക്കണം. ഒന്ന് ആർക്കെ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്തതകൾ തന്നെയാണ്. ഒന്ന് മൊണാർക്കി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഉദ്ദേശിച്ച ഡൈനാമിക് മൊണാർക്കിയനിസം അല്ലെങ്കിൽ മോഡലിസ്റ്റിക് മൊണാർക്കിയനിസം എന്ന് പറയുമ്പോൾ അവിടെ ആർക്കെ എന്ന് പറയുന്നത് ആധിപത്യം എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലാണ് വരുന്നത്. അപ്പം ഏക ആധിപത്യം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയാണ്, പിതാവ് മാത്രമാണ്. അല്ലെങ്കിൽ പിതാവ് തന്നെ 3 രൂപങ്ങളിൽ 3 അവസ്ഥകളിൽ വരുന്നതാണ്. മറിച്ച് ഈ മൊണാർക്കിയൽ വ്യൂ ഓഫ് ട്രിനിറ്റിയിൽ അവിടെ ആർക്കെ എന്ന് പറയുന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏക ഉറവിടം എന്ന നിലയിലാണ്. അപ്പം പിതാവ് പുത്രൻ പിതാവിൽ നിന്നാണ്, പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നാണ്. ആ അർത്ഥത്തിലാണ് അവിടെ ആർക്കെ എന്ന് പറയുന്ന പദം വരുന്നത്. അപ്പോൾ പേര് ഏതാണ്ട് മൊണാർക്കിയനിസം എന്ന് പറയുമ്പം സൗണ്ടിൽ അത് പേര് ശബ്ദം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ സാമ്യത തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അവിടെ ഉദ്ദേശിക്കുന്നത് തികച്ചും 2 വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഒന്ന് ഏക ആധിപത്യം എന്ന നിലയിൽ ഏകദൈവം എന്ന് പറയുന്ന ഒരു ആശയത്തിൽ, മറ്റൊന്ന് പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ഏക ഉറവിടം പിതാവാണെന്ന് പറയുന്ന അർത്ഥത്തിൽ. അത് 2ാമത്തെ കാര്യമാണ്. അതാണ് നമ്മൾ ട്രിനിറ്റേറിയൻ ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റലി ആ ഉപദേശമാണ് ട്രിനിറ്റേറിയൻ ഡോക്ട്രിൻ. പുത്രൻ പിതാവിൽ നിന്നാണ്, പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നാണ്. അത് നമ്മൾ ക്രീഡുകളെല്ലാം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് എൻ്റെ ഇതിലുള്ള വ്യത്യാസം. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഡൈനാമിക് മൊണാർക്കിയനിസം യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നു. മോഡലിസ്റ്റ് മൊണാർക്കിയനിസം 3 വ്യക്തികളുണ്ട് എന്നുള്ളതിനെ നിഷേധിക്കുന്നു. മൊണാർക്കിയൽ വ്യൂ ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ ട്രിനിറ്റി തന്നെയാണ്. അപ്പോൾ അവിടെ ഈ പറയുന്ന യേശു ക്രിസ്തുവിൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നു, അതുപോലെ 3 വ്യക്തികൾ അതെല്ലാം അംഗീകരിക്കുന്നു. അപ്പം അത് നമുക്കൊരിക്കലും താരതമ്യപ്പെടുത്താവുന്ന 2 കാര്യങ്ങളല്ല, തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അപ്പം അവിടെ ഈ പറഞ്ഞത് പിതാവ് പുത്രൻ ഉത്ഭവിക്കുന്നു, പരിശുദ്ധാത്മാവ് പുത്രൻ ഉത്ഭവിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം ഈസ്റ്റേൺ ചർച്ചും വെസ്റ്റേൺ ചർച്ചും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിനകത്തുള്ള ഒരു പോയിൻ്റാണ് ഈ ഉത്ഭവം ആരിൽ നിന്ന് എന്ന് പറയുന്ന ഒരു പോയിന്റ്. അതായത് വെസ്റ്റേൺ ചർച്ച് പറഞ്ഞ പ്രകാരം പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുത്രൻ ഉത്ഭവിക്കുന്നു, പുത്രൻ പിതാവിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഈസ്റ്റേൺ ചർച്ചിൻ്റെ നിലപാട് പ്രകാരം പുത്രനും പരിശുദ്ധാത്മാവും പിതാവിൽ നിന്ന് ഉത്ഭവിക്കുന്നുള്ളത്. അവിടെ ഈ മൊണാർക്കിൽ വ്യൂവിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വ്യത്യാസം എന്തെങ്കിലും പ്രസക്തമാണ് ആ ഒരു പോയിന്റ് ഡിഫറൻസിനകത്ത്? അത് ആക്ച്വലി വളരെ കൃത്യമായിട്ട് അവർ ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അതിനു മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ വെസ്റ്റേൺ ചർച്ചിൻ്റെ കാഴ്ചപ്പാടിൽ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു. ഈസ്റ്റേൺ ചർച്ചിൻ്റെ കാഴ്ചപ്പാടിൽ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുറപ്പെടുന്നു. ഇതാണൊരു വ്യത്യാസമായിട്ട് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഉറവിടം എന്ന രീതിയിൽ, അതായത് പിതാവാണ് പരിശുദ്ധാത്മാവിൻ്റെ ഉറവിടം എന്നതിനെ അത് നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ അവർ കൃത്യമായിട്ട് വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിതാവാണ് ഉറവിടം പരിശുദ്ധാത്മാവിൻ്റെ. എന്നാൽ പുറപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ആ ആഗമനം എന്നതിൽ പുത്രൻ മുഖാന്തിരമാണ് എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ശരിക്കും നമ്മൾ കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും അഗസ്റ്റിനെ പോലെയുള്ള ആദിമ ചർച്ച് ഫാദേഴ്സിനെല്ലാം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെസ്റ്റേൺ ഡോക്ടറിൻ്റെ എല്ലാം ഒരു പിതാക്കന്മാരെന്ന് പറഞ്ഞാൽ അഗസ്റ്റിനെയൊക്കെ കൺസിഡർ കഴിഞ്ഞാൽ അഗസ്റ്റിനും ഈ പറയുന്ന പോലെ പിതാവിൻ്റെ മൊണാർക്കി അംഗീകരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. കാരണം അംഗീകരിച്ചില്ലെങ്കിൽ ട്രിനിറ്റി വെളിയിലാണ്. അപ്പം ആ പിതാവിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് പുത്രനും പരിശുദ്ധാത്മാവും പിതാവിൽ നിന്നാണെന്നുള്ളത് കൃത്യമായിട്ട് വെസ്റ്റേൺ ചർച്ചും ആ രീതിയിൽ അംഗീകരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഉറവിടം എന്നത് പിതാവാണ്. എന്നാൽ പുറപ്പെടുന്നതിൽ അതിൽ പുത്രനുള്ള പങ്കിനെയാണ് വെസ്റ്റേൺ ചർച്ച് ഊന്നി പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സൂക്ഷ്മമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഈസ്റ്റേൺ വെസ്റ്റേൺ വ്യൂ തമ്മിൽ അത്ര വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. രണ്ട് കാര്യങ്ങളാണ്. പിതാവാണ് ഏക ഉറവിടം എന്നുള്ളത് വെസ്റ്റേൺ ചർച്ചും ഈസ്റ്റേൺ ചർച്ചും ഓതന്റിക്കായിട്ടും അതോറിറ്റേറ്റീവായിട്ടും അംഗീകരിക്കുന്ന കാര്യമാണ്. പ്രൊട്ടസ്റ്റന്റ് വ്യൂ വരുമ്പോഴും വെസ്റ്റേൺ ചർച്ചിന്റെ വ്യൂ കൊണ്ട് തന്നെയാണല്ലോ പരിപൂർണ്ണമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൊണാർക്കിൽ വ്യൂ ഓഫ് ട്രിനിറ്റി നമ്മൾ ആ രീതിയിൽ നോക്കുമ്പോഴായിരിക്കും വൺ ഗോഡ് ദ ഫാദർ എന്ന പ്രയോഗത്തിന് പിന്നിൽ ഒരു അർത്ഥം കാണുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് കാണുമ്പോൾ ചിന്തിക്കും പിതാവ് മാത്രം
അതായത് പുത്രനും പരിശുദ്ധനും ഒരു താഴെ തട്ടിൽ, അല്ലെങ്കിൽ അവരെ പിതാവിൻ്റെ കീഴിൽ ഈ മോഡലിസം ചെയ്യുന്ന പോലെ സബ്സ്യൂം ചെയ്ത് അവരുടെ ഇൻഡിവിജ്വലിസ്റ്റിക് നേച്ചർ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംഭവം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർ ട്രിനിറ്ററിയൻ വ്യൂ അല്ലെങ്കിൽ മൊണാർക്കിയൽ വ്യൂവിൽ ആ ഒരു ലെൻസിൽ നമ്മൾ നോക്കുമ്പം ഈ വൺ ഗോഡ് ദ ഫാദറിനെ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പറഞ്ഞ പോലെ പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ ഉത്ഭവം ഉറവിടം എന്നുള്ള നിലയിലാണ്. അപ്പം ഒരു അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സാധാരണ വിശ്വാസം പെട്ടെന്ന് കേൾക്കുമ്പോൾ പിതാവിൽ നിന്ന് ഉത്ഭവം അല്ലെങ്കിൽ പിതാവാണ് ഉറവിടം എന്ന് പറയുമ്പോൾ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ താഴെ തട്ടിലല്ലേ എന്നൊരു ചിന്ത വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്? അതായത് ദൈവത്വത്തിലുള്ള ഏകത്വത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. അപ്പോൾ പുത്രനും പരിശുദ്ധാത്മാവും ദൈവത്വത്തിൽ പിതാവിന് സമന്മാരാണ്, നിത്യം സമന്മാരാണ്, എല്ലാ അർത്ഥത്തിലും തുല്യരാണ്. അപ്പം ദൈവത്വത്തിൽ പരിപൂർണമായും സമന്മാരാണ്. എന്നാൽ അവർ തമ്മിലുള്ള ബന്ധങ്ങളെയാണ് നമ്മൾ ഈ പറയുന്നത്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പാണ് ഇവരെ 3 പേരെയും 3 വ്യക്തികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അവർ തമ്മിലുള്ള നിത്യമായ ബന്ധം. അപ്പോൾ ആ നിത്യമായ ബന്ധത്തിനെയാണ് ഇവിടെ പറയുന്നത് പുത്രൻ പിതാവിൽ നിന്നാണ്, പിതാവ് പുത്രനിൽ നിന്നല്ല. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് പുത്രൻ മുഖാന്തിരമാണ് ആയിരിക്കുന്നത്. അപ്പം ഈ റവലേഷൻ എന്ന് പറയുന്നത് ദൈവാസ്തിക്യത്തിൻ്റെ, പിതാപുത്രൻ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ആ ദൈവാസ്തിക്യത്തിൻ്റെ ആന്തരികമായ ഒരു സവിശേഷതയെക്കുറിച്ചാണ് പറയുന്നത്. ഇത് തന്നെയാണ് ബാഹ്യമായ പ്രവർത്തനങ്ങളിൽ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും സാധിക്കുന്നത്. പുത്രൻ പിതാവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവെന്നും ക്രിസ്തുവിൻ്റെ ആത്മാവെന്നും പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് പുത്രനെയും പിതാവിനെയും പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ ആ ഒരു ബന്ധത്തിലുള്ള വ്യതിരിക്തത നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏകത്വം, തുല്യത, സമത്വം എന്ന് പറയുന്നത് അവർ ദൈവത്വത്തിൽ ഒന്നായിരിക്കുന്നു, ദൈവത്വത്തിൽ സമന്മാരായിരിക്കുന്നു, ദൈവത്വത്തിൽ തുല്യരായിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ബന്ധത്തിൽ വ്യത്യസ്തതയുണ്ട്. ആ ബന്ധത്തിലുള്ള വ്യത്യസ്തതയാണ് യഥാർത്ഥത്തിൽ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും 3 വ്യക്തികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. വെസ്റ്റേൺ ചർച്ചിൽ ഈ സാബലിനിസം അല്ലെങ്കിൽ മോഡലിസം ഇതിനെ വിളിച്ച മറ്റൊരു പേര് പാട്രിപാഷനിസം എന്ന് തന്നെയായിരുന്നു. പാട്രിപാഷനിസം എന്ന് പറയുമ്പോൾ അത് പിതാവായിട്ട് ബന്ധപ്പെട്ട എന്തൊരു കാര്യമാണ്. അതെ, എന്താണ് അതിൻ്റെ വിശദീകരണം? പാട്രി എന്നാണ് ഉദ്ദേശിക്കുന്ന പിതാവ്, പാസസ് എന്ന വാക്കാണ് ഉദ്ദേശിക്കുന്നത് സഫർ. അപ്പം ഫാദർ സഫർ ചെയ്തു എന്നുള്ളത്. നമ്മളത് തെർത്തുലിൻ ഇതൊരു സ്ട്രോങ് ഒബ്ജക്ഷനായിട്ട് കൊണ്ടുവരുന്നുണ്ട് ഈ മോഡലിസം സാബലിസത്തിനെതിരായിട്ട്. അപ്പം അതിൻ്റെ ഒബ്ജക്ഷൻ എന്നുള്ളത് നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ, പുതിയ നിയമ ലേഖനങ്ങൾ വായിക്കുമ്പോൾ അവിടെ എല്ലാം ക്ലിയറാണ്. പുത്രനാണ് ക്രൂശിൽ മരിക്കുന്നത്, പുത്രൻ ക്രൂശിൽ മരിക്കുന്നു, പുത്രൻ യാഗമായിട്ട് മാറുന്നു, പുത്രനാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ആ ഒരു പ്രഡിക്ഷൻ, ആ ഒരു പ്രോഫസി, കളങ്കമില്ലാത്ത ഊനമില്ലാത്ത കുഞ്ഞാട്, ദൈവത്തിൻ്റെ കുഞ്ഞാട്, യോനാസ്നാപം പറയുന്നു, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന കുഞ്ഞാടെന്ന് പറയുന്ന വരുന്നതെല്ലാം ആ സാക്രിഫൈസ് മൊത്തം നിൽക്കുന്നത് പുത്രനിലാണ്. പുത്രനാണ് സഫർ ചെയ്യുന്നത്, പുത്രനാണ് ക്രൂശിൽ മരിക്കുന്നത്. പക്ഷേ മോഡലിസം അല്ലെങ്കിൽ സാബലിനിസം എന്ന ദുരുപദേശപ്രകാരം അത് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ പറയേണ്ടി വരും പുത്രൻ ക്രൂശിൽ സഹിച്ചു, പിതാവും ക്രൂശിൽ സഹിച്ചു. കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമെല്ലാം ഒരേ വ്യക്തിയാണ് അവരുടെ കാഴ്ചപ്പാടിൽ. നമ്മൾ മുമ്പ് പറഞ്ഞ ഈ വേഷം മാറി വരുന്ന നാടകനായകൻ്റെ പറ്റി പറഞ്ഞ പോലെ തന്നെ കഥാപാത്രങ്ങൾ മാറുള്ള അതിന് ഉള്ളിൽ വേഷം ധരിച്ചിരിക്കുന്ന വ്യക്തി ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്റ്റേജിൽ കയറി കഥാനായകനെ അക്ഷരത്തിൽ കത്തിയോണ്ട് കുത്തിയാൽ അത് ആ കഥാപാത്രം മാത്രമല്ല കുത്തി കേൾക്കുന്നത്, ആ കഥാപാത്രവും ആ കഥാപാത്രത്തിനുള്ളിലുള്ള വ്യക്തിയും ഏതൊക്കെ കഥാപാത്രം ധരിച്ചോ ആ കഥാപാത്രങ്ങൾക്കെല്ലാം കുത്തി കേൾക്കുന്നു. അപ്പോൾ ആ കഥാനായകൻ ആ സീനിൽ നിന്ന് മാറിയാൽ ആ കഥാനായക വേഷം മാറി വന്ന എല്ലാ കഥാപാത്രങ്ങളും സീനിൽ നിന്ന് മാറും. അപ്പം ആ ക്രിട്ടിക്കൽ പോയിൻ്റ് തെർത്തുലിന് മറ്റെല്ലാവരും മുന്നോട്ട് കൊണ്ടുവരുന്നു. അതുതന്നെ നമ്മൾ ആ ഒരൊറ്റ പോയിന്റ് ചിന്തിക്കുമ്പോൾ തന്നെ തിരുവെഴുത്തുക്കളോട് പൊരുത്തപ്പെടാതെ പോകുന്ന ഈ ദുരുപദേശത്തിൻ്റെ ഒരു വലിയ ബലഹീനത, ഒരു ഡെഫിഷ്യൻസി നമുക്ക് അവിടെ പെട്ടെന്ന് കാണാൻ സാധിക്കും. സോ അതുതന്നെയാണ് ഈ ദുരുപദേശത്തിന് മറ്റൊരു പേര് പാട്രിപാഷനിസം എന്നുള്ളത്. ഇനി നമുക്ക് ഈ സാബലിനിസത്തിൻ്റെ സ്ഥാപകൻ സാബല്യസിനെ പറ്റി നമ്മൾ ചിന്തിച്ചു വരികയാണെങ്കിൽ അദ്ദേഹം ലിബിയ പെൻറ്റപ്പോളിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം മോഡേൺ ലിബിയയുടെ നോർത്ത് ഈസ്റ്റേൺ ഏരിയ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഏരിയയിലുണ്ടായിരുന്നൊരു പ്രസ്ബിറ്ററായിരുന്നു ഇദ്ദേഹം. റോമിൽ വന്നാണ് ഈ ദുരുപദേശം മെയിനായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇദ്ദേഹത്തെ പറ്റി നമ്മൾ കൂടുതൽ അറിയുന്നത് ഇദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും എഴുത്ത് വഴിയാണോ അതോ എങ്ങനെയാണ് നമ്മൾ ഇദ്ദേഹത്തെ പറ്റി കൂടുതൽ ചരിത്ര സംഭവം അറിയുന്നത്? ഇവിടെ നമ്മൾ കൂടുതലും പ്രത്യേകിച്ച് ദുരുപദേശന്മാരെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുന്നത് അതിനെതിരെയുള്ള വിമർശനങ്ങളിൽ നിന്നാണ്. അപ്പം ഹിപ്പൊലൈറ്റസിൻ്റെ രചനകളിൽ നിന്നാണ് നമ്മൾ കൂടുതലും ഈ സാബലിനിസത്തിനെ കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. മറ്റുള്ളവരും സാബലിനിസത്തിനെ കൃത്യമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അപ്പം ഈ സാബലിനിസത്തിനെ എതിർത്തവരുടെ രചനകളിൽ നിന്നാണ് പ്രധാനമായിട്ട് സാബലിനിസത്തിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ എതിർത്തവരെ പറ്റി പറയുമ്പോൾ
പറയാനുള്ള ഇൻട്രസ്റ്റിംഗ് പോയിന്റ്, സാബലിനിസത്തെ എതിർത്ത ഒരാളാണ് അരിയൂസിനുള്ളത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കൊടുക്കുന്നുണ്ട്. അരിയൂസിന് ദുരുപദേശം, അതായത് പുത്രൻ സൃഷ്ടിയാണ്, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സെയിം മൊണാർക്കി എന്നുള്ള വ്യൂവിൽ നിന്ന് വിഭജിച്ച് പോകുന്ന എക്സ്ട്രീം എടുത്തു പോകുന്ന ഒരു പാവം. അപ്പം ഈ സാബലിനിസം ദുരുപദേശം വന്ന സമയത്ത് അരിയൂസ് ട്രിനിറ്റേറിയൻ വ്യൂ എടുക്കുന്നവരെല്ലാം കുറ്റപ്പെടുത്തി പറഞ്ഞു, നിങ്ങൾ സാബലിസമാണ് പറയുന്നത്, നിങ്ങൾ സാബലിനിസമാണ് പറയുന്നത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി ഒരു വളരെ നമ്മൾ ചരിത്രം നോക്കുമ്പോൾ വളരെ രസകരമാണ്. സാബലിനിസത്തിൻ്റെ പേര് പറഞ്ഞാൽ അരിയൂസ് തത്വക്കാരെയെല്ലാം കുറ്റക്കാരാക്കാൻ നോക്കുന്നത്. ഇനി നമ്മുടെ ഈ വീഡിയോയുടെ ഒരു കീ പോയിന്റിലേക്ക് വരികയാണ്. ഒരുപക്ഷെ നമുക്ക് ഉള്ള ടൈമിൽ നീതി പുലർത്താൻ പറ്റിയെന്ന് വരത്തില്ല, പക്ഷേ ഒരു ഓവർവ്യൂ എന്ന രീതിയിൽ സാബലിസത്തിന് അനുകൂലമായിട്ട് അവർ മുന്നോട്ട് വെച്ച വാദങ്ങളും അതിന് ചരിത്രത്തിൽ നിന്നും സഭാപിതാക്കന്മാരുടെ സൈഡിൽ നിന്ന് വന്നാൽ മറുപടി വാദങ്ങൾ എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഇവർ മുന്നോട്ട് വെച്ച വാദങ്ങൾ? ഒന്നാമത്തെ ഒരു പോയിന്റ്, നമ്മളിത് സാബലിനിസം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമ്മളിതിനെ ഡിസ്കസ് ചെയ്ത് നമ്മൾ പറയുകയുണ്ടായി, വളരെ പ്രാക്ടിക്കലി നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ ഒരു ഉപരിപ്ല തളത്തിൽ സൂപ്പർഫിഷ്യലി നോക്കുമ്പോൾ വളരെ ലളിതമാണ്, സ്ട്രെയിറ്റ് ഫോർവേഡാണ്, വളരെ രസകരമായ ഉപമകൾ വഴി പറയാം. ട്രിനിറ്റി പോലെ അത്രയും കോംപ്ലക്സ് അല്ല നോക്കുമ്പോൾ. അപ്പോൾ അത് വേണമെങ്കിൽ ഒരാൾ പറയും, അത് നല്ല ആർഗ്യുമെൻ്റാണ്, ഓക്കംസ് റീസറൊക്കെ വേണമെങ്കിൽ ഒരാൾക്ക് ഉദ്ധരിച്ച് പറയാം, സിമ്പിൾ എക്സ്പ്ലനേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതല്ലാതെ ഇവർ മെയിനായിട്ട് കൊണ്ടുവന്ന സാബലിസത്തിന് അനുകൂലമായിട്ടുള്ള വാദങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ സാബലിനിസം വന്ന ആ ഒരു കാലഘട്ടത്തിൽ തെർത്തുല്യൻ പറയുന്നത്, അദ്ദേഹത്തിന് സാബലിസത്തിനെ റെഫ്യൂട്ട് ചെയ്തുള്ള രചനയിൽ പറയുന്നത് എഗെയിൻസ്റ്റ് പ്രാക്സിയസ്, അതിൽ അദ്ദേഹം പറയുന്നത് സാധാരണ വിശ്വാസികളിൽ കൂടുതൽ പേരും ഈ പിതാവ് പുത്രൻ പരിശുദ്ധൻ എന്ന് പറയുന്നവരെ 3 വ്യക്തികൾ എന്നുള്ള ആ ഒരു വ്യതിരിക്തത അതിനെ അവർ എന്താ പറയുക എതിർത്തു അല്ലെങ്കിൽ നിരാകരിച്ചു എന്നുള്ളതാണ്. അതിനോടൊരു റെസിസ്റ്റൻസ് സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ജേക്കബ് പറഞ്ഞത് തന്നെയാണ്, ഇതിൻ്റെ ഒരു സിംപ്ലിസിറ്റിയാണ്. ഒരാൾ തന്നെ 3ആയിട്ട് വരുന്നു എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. അപ്പോൾ ആ ഒരു ആർഗ്യുമെൻ്റ് എന്നുള്ള രീതിയിലല്ല, പക്ഷേ ഇത് എന്തുകൊണ്ട് അതിനൊരു സ്വാധീനം കിട്ടി എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ സാബലിനിസത്തിനെ സംബന്ധിച്ചിടത്തോളം അക്കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വിമർശനമായിട്ട് വന്നിട്ടുള്ള രചനകളിൽ, പ്രത്യേകിച്ചും എഗെയിൻസ്റ്റ് ദ നോയിറ്റസ് തുടങ്ങിയിട്ടുള്ള രചനകളിൽ, ഹിപ്പോലൈറ്റസിൻ്റെ എല്ലാം രചനകളിൽ നമുക്ക് എന്താണ് ഇവർ വെച്ച വാദങ്ങൾ എന്നുള്ളത് ഹിപ്പോലൈറ്റസ് ഒക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നോയിറ്റസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു സാബലിസത്തിനും മുമ്പ് ഈ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്. പാട്രിപ്പാഷനിസം എന്ന് പറയുന്ന ക്രിറ്റിസിസം പ്രധാനമായിട്ടും ഫേസ് ചെയ്യേണ്ടി വന്നത് നോയിറ്റസ് ആണ്. പിന്നെ അതിനെ തുടർന്ന് സാബലിസം. അപ്പം നോയിറ്റസിനെതിരെ എന്ന് പറയുന്ന രചനയിൽ ഹിപ്പോലൈറ്റസ് ഇവരുടെ ചില വാക്യങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ ചില വാക്യങ്ങൾ അങ്ങനെ ആർക്കായിട്ട് ഉപയോഗിച്ച് നൽകിയിട്ടില്ല, പക്ഷെ അവർ ഉപയോഗിച്ച വാക്യങ്ങൾ പ്രധാനമായിട്ടും ഞാൻ അബ്രഹാമിൻ്റെ ഇസാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവമാകുന്നു, പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 3-6 വാക്യം. അപ്പം അവിടെ അബ്രഹാമിൻ്റെ ഇസാക്കിൻ്റെ യാക്കോബിൻ്റെയും ദൈവമായ ഏകദൈവം. അപ്പം പിന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പിന്നെ വേറൊരു വ്യക്തി എന്ന് പറയുന്നത് ശരിയല്ല, ആ ഒരു ഏക വ്യക്തി തന്നെയാണ് ഏകദൈവം. അതല്ലെങ്കിൽ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് പറയുന്ന തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, പുറപ്പാട് പുസ്തകം 20-3 വാക്യം. അതുപോലെ തന്നെ യെശയ്യാ പ്രവാചന പുസ്തകം 44-6 വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് ഏകദൈവ വിശ്വാസത്തെ ഊന്നിപ്പറയുന്ന ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ഭാഗങ്ങൾ അതുപോലെ തന്നെ റോമാലേഖനം 9-5 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും ഏകദൈവത്തെക്കുറിച്ചുള്ള കൃത്യമായ പരാമർശം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള ഇപ്പം അവിടെ 9-5 വാക്യം നമുക്കല്ല, ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു വേദഭാഗമാണ്. സർവ്വത്തിനും മീതെ ദൈവമായ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുന്ന ആ ഒരു ചിന്ത. അപ്പം സർവ്വത്തിനും മീതെ ദൈവമായ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ എന്നവിടെ പറയുമ്പോൾ അത് മറ്റൊരു ദൈവമല്ല, അതേ വ്യക്തി തന്നെയാണ്. അതേ വ്യക്തി തന്നെ പുത്രനായിട്ട് വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ആശയം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവരെടുത്ത വാക്യങ്ങളാണ്. പ്രധാനമായിട്ടും നോക്കിക്കഴിഞ്ഞാൽ, പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദൈവ വിശ്വാസത്തെ ഊന്നിപ്പറയുന്ന വേദഭാഗങ്ങളാണ് ഈ സാബല്യസും അദ്ദേഹത്തിൻ്റെ അനുയായികളും അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുൻപ് വന്ന നോയിറ്റസ് അടക്കമുള്ള ആളുകളും ഈ ഒരു ആശയം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അപ്പം നിത്യമായി നിലനിൽക്കുന്ന ഒരു വ്യതിരിക്തത ദൈവികത്വത്തിലില്ല. പുത്രനും പരിശുദ്ധാത്മാവും പിതാവും ഒരു വ്യക്തി തന്നെയാണ്, നിത്യമായി നിലനിൽക്കുന്ന ഒരു വ്യതിരിക്തത ഇല്ല എന്നുള്ളതിലാണ് അവർ ഊന്നൽ കൊടുത്തത്. കാരണം അങ്ങനെ ഒരു വ്യതിരിക്തത വന്നാൽ അത് ഏകദൈവ വിശ്വാസത്തിന് എതിരായിരിക്കും എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാനമായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുവന്ന എല്ലാ വാക്യങ്ങളും തന്നെ പ്രധാനമായിട്ടും ഏകദൈവ വിശ്വാസത്തിന് ഊന്നിപ്പറയുന്ന വാക്യങ്ങളാണ്. ഈ പറഞ്ഞ അവർ മുന്നോട്ട് വരുന്ന ചോദ്യങ്ങൾ, വാക്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോഴും യേശു ദൈവമാണെന്ന് തെളിയിക്കാൻ സ്ഥാപിക്കാൻ വരുമ്പോഴും
നിങ്ങൾ മോണോത്തീസം അല്ല ട്രൈത്തീസം ആണെന്ന് പറഞ്ഞു വരുന്ന പലരും കൊണ്ടുവരുന്നതും ഇതേ സെയിം പെർസ്പെക്റ്റീവ് തന്നെയാണ്. അപ്പോൾ അവിടെ ആ മോണോത്തീസം പ്രിസർവ് ചെയ്യുക, മോണോത്തീസത്തെ ഒപ്പോസ് ചെയ്യുക എന്ന വ്യൂവിലാണ് ഇതെല്ലാം ചുറ്റിത്തെറിഞ്ഞ് കിടക്കുന്നത്. അതെ, അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടാണ് വളരെ കൃത്യമായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുവന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാനും പിതാവും ഒന്നാകുന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളും ഇതെല്ലാം തന്നെ ഈ ഒരു ആശയത്തിനോട് ചേർന്ന് പോകുന്നതായിട്ട് അവർ മനസ്സിലാക്കി. അപ്പം ഈ പിതാവ് പുത്രൻ പരിശുദ്ധൻ 3 വ്യക്തികളാണെന്ന് പറയുന്നതിന് അവർ യഥാർത്ഥത്തിൽ അതിൻ്റെ അവർ വ്യക്തികളാണ് എന്ന് പറയുന്ന ഡിസ്റ്റിങ്ഷനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാതെ അവരുടെ കാഴ്ചപ്പാടിൽ ഈ ദൈവത്തിൻ്റെ ഏകത്വം എന്ന് പറയുന്നതിനാണ് അവർ ഊന്നൽ കൊടുക്കാനായിട്ട് ശ്രമിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ അതിനെ തുടർന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും വളരെ കൃത്യമായ വിമർശനങ്ങൾ, ഖണ്ഡനങ്ങൾ ഈ സാബല്യസത്തിനെതിരെ ഉത്ഭവിക്കുകയുണ്ടായി. പല സഭാപിതാക്കന്മാരും ഇതിനെതിരെ ശക്തമായിട്ട് രചനകൾ നടത്തുകയുണ്ടായി. അതിൻ്റെ അകത്ത് തെർത്തുല്യനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, അതുപോലെ ഹിപ്പലൈറ്റസിനെ കുറിച്ച് സംസാരിക്കും, അതുപോലെ തന്നെ ഡയനീഷ്യസ്, അതുപോലെയുള്ള പലരും തന്നെ വളരെ കൃത്യമായിട്ട് ഇതിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടായി. അവർ കൃത്യമായിട്ട് അതിനെ രചനകൾ നടത്തി വളരെ ആധികാരികമായി തന്നെ ഈ ഒരു സിദ്ധാന്തത്തെ ഖണ്ഡിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവഴുത്തിൻ്റെ ആ ഒരു സമഗ്രതയിൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന വെളിപ്പാടുകൾ കൂടെ ഉൾക്കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് ഏകദൈവ വിശ്വാസം അത് സത്യമാണ്, ദൈവമേകനാണ്. പക്ഷെ അപ്പോൾ തന്നെ ആ ദൈവത്വത്തിലുള്ള ആ ഒരു വ്യതിരിക്തത, പിതാപുത്രൻ പരിശുദ്ധാത്മ എന്ന് പറഞ്ഞ വ്യതിരിക്തത യഥാർത്ഥത്തിൽ വളരെ സുവ്യക്തമാണ്. കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കാത്ത ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ സുവ്യക്തമായൊരു വ്യതിരിക്തത, 3 വ്യക്തികൾ എന്ന് പറയാൻ സാധിക്കുന്ന നിലവാരത്തിലുള്ള ഒരു വ്യതിരിക്തത തിരുവഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ആ ഒരു വ്യതിരിക്തത നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഇപ്പം നമ്മൾ തന്നെ വളരെ ലളിതമായിട്ട് ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഈ പേഴ്സണൽ ഡിസ്റ്റിങ്ഷൻ, വ്യക്തികളിലുള്ള വ്യത്യാസം അസ്യൂം ചെയ്യപ്പെട്ട രീതിയിലാണ് പലപ്പോഴും എഴുതി വെച്ചിരിക്കുന്നത്. അതെ, അപ്പം നമ്മൾ പറഞ്ഞ അവിടെ 3 വ്യക്തികൾ എന്നൊരു പ്രയോഗം അല്ലെങ്കിൽ മോഡേൺ ലാംഗ്വേജിലെ ആ ഒരു പദപ്രയോഗം ഇല്ലെങ്കിൽ പോലും വളരെ നോർമലായിട്ട് 3 വ്യക്തികളാണല്ലോ എന്ന രീതിയിൽ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഇവർ തമ്മിലുള്ള സംഭാഷണ ഭാവങ്ങൾ പിതാവ് പുത്രനോട് പറഞ്ഞു, പുത്രൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, പിതാവ് പുത്രൻ തമ്മിലുള്ള സംഭാഷണ ഭാവങ്ങളാണ് കൂടുതൽ എടുത്തു കാണുന്നത്. അത് തന്നെ എനിക്ക് തോന്നുന്നു വളരെ ശക്തമായ ഒരു ആർഗ്യുമെൻ്റാണ്. കാരണം അത് അസ്യൂം ചെയ്യപ്പെട്ട രീതിയിലാണ് എഴുതുന്നത്. സ്ഥാപിക്കാൻ വേണ്ടി തിരുവചനം ഒരു പോയിന്റ് എടുത്തു പറയുന്നതിന് ഉപരി ഇത് തന്നെയാണ്, ദിസ് ഇസ് അസ്യൂംഡ്, ഈ ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട് എന്ന രീതിയിലാണ് തിരുവചനം നമ്മൾ ഈ സംഭാഷണങ്ങളെല്ലാം നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ പിതാവ് പുത്രനെ പറ്റി പറയുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ കാണുന്നത്. അതുതന്നെയാണ് തെർത്തുല്യനും മറ്റൊക്കെ മുന്നോട്ട് കൊണ്ടുവന്ന വാദങ്ങൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഹിപ്പോലിറ്റസിൻ്റെ വാദം നമുക്ക് ഇവരുടെ വാദങ്ങളൊക്കെ നമുക്ക് കടന്നു പോകേണ്ടതുണ്ട്, സമയ ചുരുക്കമുള്ളതുകൊണ്ട്. ഹിപ്പോലിറ്റസ് എന്തൊക്കെ രീതിയിലാണ് സാബല്യസത്തിനെതിരെ എഴുതിയിട്ടുള്ളത്? ഹിപ്പോലൈറ്റസിൻ്റെ ഈ അഗെയിൻസ്റ്റ് നോയറ്റസ് എന്ന് പറയുന്ന രചന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം നടത്തിയ ആ രചനയിൽ അദ്ദേഹം ധാരാളം വാക്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഈ വാക്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് നമ്മളും ഈ ഒരു ആശയത്തിന് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദീകരണങ്ങൾ കൂടാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ആദ്യ വചനം ഉണ്ടായ വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വിത്ത് ഗോഡ്. അപ്പോൾ ആ ഒരു പോയിന്റ് വളരെ കൃത്യമായിട്ട് ഹിപ്പോലൈറ്റസ് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു. ഗ്രീക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും 2 വ്യക്തികൾ അഭിമുഖമായിരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് നമ്മളിവിടെ കാണുന്നത്. ഫേസ് ടു ഫേസ് എന്നുള്ളൊരർത്ഥത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആ ഭാഗത്ത് സുവിശേഷത്തിൽ കാണുന്നത്. അപ്പോൾ ആ ഒരു വാക്യം വളരെ വ്യക്തമായിട്ട് ഉപയോഗിച്ചു. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് എല്ലാ കാലത്തും ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള മത്തായി സുവിശേഷം, അതിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന യേശു ക്രിസ്തുവിൻ്റെ സ്നാനം. അപ്പോൾ സ്നാനപ്പെടുന്ന യേശുവിൻ്റെ മേൽ വരുന്ന പരിശുദ്ധാത്മാവ്, സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം, ഇവനെൻ്റെ പ്രിയപുത്രൻ. അപ്പോൾ ആ ഒരു വേദഭാഗം അത് വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെട്ടു. അത് തന്നെ തെർത്തുല്യനടക്കം ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന പദപ്രയോഗങ്ങൾ, പിതാവ് എന്നെ അയച്ചിരിക്കുന്നു. അപ്പം പിതാവ് പുത്രനെ അയച്ചു, പുത്രൻ അയക്കപ്പെട്ടവനാണ്, പിതാവ് അയച്ചവനാണ്. അപ്പോൾ ആ ഒരു ഡിസ്റ്റിങ്ഷൻ വളരെ കൃത്യമായിട്ട് ഒരു ഊന്നൽ കൊടുത്തു. അത് പിൽക്കാലത്തേക്ക് നമ്മൾ വരുമ്പോൾ അയച്ചവൻ, അയക്കപ്പെട്ടവൻ എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റിങ്ഷൻ അഗസ്റ്റിൻ്റെയൊക്കെ രചനയിലൊക്കെ പിന്നീട് ത്രിയേക വിശ്വാസത്തിൻ്റെ വിശദീകരണത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വേദഭാഗങ്ങളാണ് പ്രധാനമായിട്ടും എഗെയിൻസ്റ്റ് നോയറ്റസിൽ ഹിപ്പോലൈറ്റസ് കൃത്യമായിട്ട് ഈ ആശയത്തെ ഖണ്ഡിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അങ്ങനെ വരുന്ന അതിശക്തമായിട്ട് വന്നൊരു മറ്റൊരു കണ്ണകനാണ് തെർത്തുല്യൻ. ഒരു പക്ഷേ മലയാളത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ തെർത്തുല്യൻ തന്നെ സമം അവിടെ പെട്ടെന്ന് നമുക്ക് വരും. ട്രിനിറ്റിയെ ഇത്ര ശക്തമായിട്ട് ഡിഫെൻഡ് ചെയ്യുകയും അതിൻ്റെ ഫോർമുലേഷൻ കൊടുത്ത ഒരു അതിപ്രസക്തനായ ഒരു സഭാപിതാവ് ദൈവശാസ്ത്രജ്ഞനാണ് തെർത്തുല്യൻ. തെർത്തുല്യൻ്റെ എഗെയിൻസ്റ്റ് പ്രാക്സിസ് എന്നുള്ള ദുരുപദേശ ഖണ്ഡനത്തിനാണ് തെർത്തുല്യൻ ഈ
ട്രിനിറ്റിയുടെ ബേസ് ഫോർമുലാസ് എല്ലാം കൊണ്ടുവരുന്നത്. ലറ്റീൻ ഭാഷ തന്നെയാണ് തെർത്തുലിൻ ആദ്യമായിട്ട് ഊന സബ്സ്റ്റാൻഷ്യ ത്രേ പെർസോണ, നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞ 1 in being 3 in person ഉള്ള പോയിന്റ് കൊണ്ടുവരികയും ട്രിനിറ്റാസ് എന്ന പദപ്രയോഗം ആദ്യമായിട്ട് കൊണ്ടുവരികയും ചെയ്തത്. അന്ത്യോക്കിലെ തിയോഫിലസ് ത്രിയാസ് എന്ന പ്രയോഗം മുമ്പ് ഉപയോഗിച്ചെങ്കിലും ട്രിനിത്താസ്, അവിടെ നിന്ന് ട്രിനിറ്റി എന്നുള്ള പ്രയോഗം കൊണ്ടുവരുന്നതെല്ലാം തെർത്തുലിനാണ്. തെർത്തുലിൻ യോഹന്നാൻ 10:30 എന്നുള്ള ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് മറുപടി പറയുമ്പോൾ അവിടെ ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ എന്നൊരു വാചകം പറയുമ്പോൾ പെട്ടെന്ന് തോന്നും ഇത് സാബലൻസിന് അനുകൂലമാണോ എന്ന്. പക്ഷേ തെർത്തുലിൻ അവിടെ കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ, ആ ആറിലെ ആ ഒരു പ്ലൂറലിസം, അപ്പോൾ അവിടെ തന്നെ പേഴ്സണൽ ഡിസ്റ്റിങ്ഷൻ, പേഴ്സണൽ പ്ലൂറാലിറ്റി അവിടെ വന്നെന്ന് തെർത്തുലിൻ പറഞ്ഞു. പിന്നെ ആ വൺ എന്നുള്ള പ്രയോഗത്തെ തെർത്തുലിൻ പറഞ്ഞത് ഇത് നമ്മളൊരു നാമധേയമായിട്ടുള്ളൊരു സിംഗുലർ പോയിന്റ്, അതൊരു സിംഗുലർ നൗൺ അല്ല, ഒരു നാമധേയ ഏകത്വ പ്രയോഗമല്ല, മറിച്ച് ഒരു ആബ്സ്ട്രാക്റ്റ് പ്രയോഗം. അപ്പോൾ അവിടെ തന്നെ തെർത്തുലിൻ പറഞ്ഞത് ഇത് വ്യക്തിത്വത്തിലുള്ളൊരു ഏകത്വത്തെ പറ്റില്ല പറഞ്ഞത്, പക്ഷേ അവരുടെ സാരാംശത്തിൽ, അവരുടെ എസെൻസിലുള്ള യൂണിറ്റി പറ്റി ഒരു ആബ്സ്ട്രാക്റ്റ് പ്രയോഗമാണ്, ഒരു പേഴ്സണൽ പ്രയോഗമല്ല. പേഴ്സണൽ നൗൺ പ്രയോഗമാണെങ്കിൽ അത് ഒരേ വ്യക്തിയായി മാറുന്നു, കാരണം പേഴ്സൺ ഒന്ന് സിംഗുലർ, അപ്പോൾ ഒരേ വ്യക്തിയായി മാറുന്നു. തെർത്തുലിൻ അതിൻ്റെ ഗ്രാമാറ്റിക്കൽ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞത് അത് ആ ഒരു സിംഗുലർ പേഴ്സൺ പ്രയോഗമല്ല, മറിച്ച് ഒരു സിംഗുലർ ആബ്സ്ട്രാക്റ്റ് പ്രയോഗം. ഇൻ ദാറ്റ് ദേ ആർ യുണൈറ്റഡ് ഇൻ ദെയർ സബ്സ്റ്റൻസ്, ദേ ആർ വൺ ഇൻ ദെയർ സബ്സ്റ്റൻസ്. നമ്മൾ ട്രിനിറ്റിയുടെ ബേസ് പോയിന്റ് തന്നെയാണ് തെർത്തുലിൻ അവിടെ മുന്നോട്ട് കൊണ്ടുവെക്കുന്നത്. പിന്നെ സങ്കീർത്തനം 2:7 ഉപയോഗിച്ച് തെർത്തുലിൻ ഈ റിഡക്ഷ്യോ ആഡ് അബ്സേർഡത്തിൻ്റെ ഒരു പതിപ്പെടുക്കുന്നത്. അതായത് നമ്മൾ ഈ റിഡക്ഷ്യോ ആഡ് അബ്സേർഡ് എന്ന് പറയുന്നത് ഫിലോസഫിയിൽ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എടുക്കുന്നതിനകത്ത് വരുന്ന ഒരു അറ്റംപ്റ്റാണ്. അതായത് ഒരാളൊരു ആർഗ്യുമെൻറ്റ് മുന്നോട്ട് വെക്കുന്നു, അതിൻ്റെ ഏറ്റവും ലളിതീകരിച്ച് അതിലെ അസംബന്ധം പുറത്ത് കൊണ്ടുവന്ന് അതിലൊരു ബാഹ്യത അല്ലെങ്കിൽ ഒരു ബലഹീനത കാണിക്കുന്ന ഒരു എഫേർട്ടാണ് റിഡക്ഷ്യോ ആഡ് അബ്സേർഡ്. അപ്പോൾ തെർത്തുലിൻ സങ്കീർത്തനം 2:7 പറഞ്ഞ വാചിതാണ് ദൗ ആർട്ട് മൈ ബിലവഡ് സൺ ടുഡേ ഐ ഹാവ് ബിഗോട്ടൻ ദീ, എൻ്റെ പ്രിയപുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ തെർത്തുലിൻ പറയുകയാണ് പിതാവും പുത്രനും ഒരേ വ്യക്തിയാണ് നിങ്ങൾ സ്ഥാപിക്കുകയാണ്. നിങ്ങളൊരു വാക്യം പറയൂ, അവിടെ ദൈവം പറയുകയാണ്, ഞാൻ പെട്ടെന്ന് തന്നെ മലയാളം തർജ്ജമ ചെയ്ത് പറയുകയാണെങ്കിൽ കർത്താവ് തന്നോട് തന്നെ പറഞ്ഞു ഞാൻ എൻ്റെ സ്വന്തം പുത്രൻ ഇന്ന് ഞാൻ എന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ അങ്ങനെ പറയേണ്ടി വരും. അപ്പം അവിടെ തന്നെ ഈ പറഞ്ഞ സാബലൻസത്തിൻ്റെ വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള ഡെഫിഷ്യൻസി, ലോജിക്കൽ ഡെഫിഷ്യൻസി, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സാബലിസത്തിൻ്റെ സിംപ്ലിസിറ്റിയിലുള്ള അപ്പീലിനെ തന്നെ കാണിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഡെഫിഷ്യൻസിയാണ് ഇങ്ങനെ ഈ പറഞ്ഞ ഈ പേഴ്സണൽ പ്രയോഗങ്ങളകത്തുള്ള പേഴ്സണൽ ഡിസ്റ്റിങ്ഷൻ അസ്യൂം ചെയ്ത് അത് ഉൾക്കൊണ്ട് തന്നെ തിരുവനന്തപുരം പല ഭാഗങ്ങളും നിരൂപിച്ചുകൊണ്ട് എഴുതപ്പെടുന്ന പല പ്രയോഗങ്ങൾ കാണുമ്പോൾ തന്നെ സാബലിസിനെതിരെയുള്ളൊരു ബലഹീനതയായിട്ട് അതൊന്നുകൂടി ഒന്ന് പറയേണ്ടത്. കാരണം സാബലിനിസം ലോജിക്കലി വളരെ സിമ്പിളാണ് എന്ന് ചിന്തിക്കുന്നിടത്ത് തിരുവഴുത്തിനെ ഈ നിലയിൽ മനസ്സിലാക്കുമ്പോൾ ഇതേ സിംപ്ലിസിറ്റി തന്നെ അതിനൊരു കണ്ണനേടാൻ്റെ മാറുകയാണ്. കാരണം തത്വലി പറഞ്ഞ പോലെ പിതാവ് സ്വന്തം ഞാൻ ഇന്ന് എന്നെ ജനിപ്പിച്ചിരിക്കുന്നു, ഞാൻ എൻ്റെ സ്വന്തം പ്രിയപുത്രൻ എന്ന് പറയേണ്ടി വരും. അപ്പോൾ സിമ്പിളായിട്ട് വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഡെഫിഷ്യൻസി വളരെ വ്യക്തമാണ്. പിന്നെ അതിൻ്റെ മറുപടിയായിട്ട് ഹിപ്പോലിറ്റസിൻ്റെ മറ്റ് ഭാഗങ്ങളൊക്കെ എഴുതുന്നുണ്ട്. വേറെ ആരാണ് ഇതിന് കണ്ണനായിട്ട് വരുന്നത്? വേറൊരു പ്രധാനപ്പെട്ടൊരു രചന എന്ന് പറയുന്നത് എല്ലാ ദുരുപദേശങ്ങൾക്കും ഖണ്ഡനം എന്ന് മലയാളത്തിൽ നമുക്ക് വിവർത്തനം ചെയ്യാൻ റെഫ്യൂട്ടേഷൻ ഓഫ് ഓൾ ഹെറസീസ് എന്ന് പറയുന്ന ഒരു രചനയുണ്ട്. അത് ഹിപ്പോലൈറ്റസ് എഴുതിയതാണെന്നുള്ളതാണ് ഒരു വിശ്വാസവും അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. എന്നാൽ ആ കാര്യത്തിൽ ഇപ്പോൾ വളരെയധികം വിവാദമുണ്ട്. ഡിബേറ്റഡ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഹിപ്പോലൈറ്റസ് തന്നെയാണ് എഴുതിയെന്നുള്ളത്. ഏകദേശം AD 225-235 കാലഘട്ടത്തിലാണ് ഈ ഒരു രചന നടക്കുന്നത്. എല്ലാ ദുരുപദേശങ്ങളുടെയും ഖണ്ഡനം എന്ന് പറയുന്ന ഒരു രചന. അതിൻ്റെ അകത്തും നമ്മൾ അതിനകത്ത് ഈ പറയുന്ന പല ദുരുപദേശങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ വളരെ കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനവും പിതാവും തമ്മിലുള്ള നിത്യമായ ഒരു വ്യതിരിക്തതയെ ഊന്നി പറഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, അതുപോലെ തന്നെ മത്തായി സുവിശേഷത്തിൽ കാണുന്ന സ്നാന സന്ദർഭത്തിൽ കാണുന്ന ആ ഒരു വ്യതിരിക്തത, വളരെ വ്യക്തമായിട്ട് കാണുന്ന വ്യതിരിക്തത, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന് മുൻപ് വന്നിട്ടുള്ള തത്വചിന്തകന്മാരുടെയൊക്കെ പരാജയങ്ങളും പരിമിതികളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതുപോലത്തെ ഒരു ചിന്താഗതി തന്നെയാണ് സാബലിനിസം എന്നൊരു കാര്യമാണ് പ്രധാനമായിട്ടും ഈ റെഫ്യൂട്ടേഷൻ ഓഫ് ഓൾ ഹെറസീസിൽ ഊന്നിപ്പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരാളാണെന്ന് എനിക്ക് തോന്നുന്നു ഡൈനീഷ്യസ്, റോമിലെ ബിഷപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു എഗെയിൻസ്റ്റ് സാബലിനിസം എന്ന് പറയുന്ന ഒരു രചനയുണ്ട്. അതിനകത്തൊക്കെ അദ്ദേഹം പറഞ്ഞ പോയിന്റുകൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ അയക്കുന്നു എന്ന് പറഞ്ഞതിനകത്തുള്ള പേഴ്സണൽ ഡിസ്റ്റിങ്ഷൻ, പിന്നെ പുത്രൻ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പം അതൊക്കെ തന്നെ ഇവരുടെ പേഴ്സണൽ ഡിസ്റ്റിങ്ഷൻ, ആ വ്യക്തിത്വത്തിലുള്ള വ്യത്യസ്തത ഉളവാക്കുന്ന, നിരൂപിച്ച് എഴുതപ്പെടുന്ന ഒരു പ്രയോഗങ്ങളായിട്ടാണ് അദ്ദേഹം അതിനെ ഊന്നിക്കാണിക്കുന്നത്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കും അവിടെ വളരെ പ്രസക്തമാണ്. അപ്പോൾ പല പോയിന്റുകൾ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്, ഇവർ ഉപയോഗിക്കുന്ന വാക്യങ്ങൾ എല്ലാം ഓവർലാപ്പ് ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ ഒരു സമഗ്രമായ ഒരു കൃതി കൂടി ഉണ്ടല്ലോ ഇതിനെതിരെ വരുന്നത്, എക്ലേസിയാസ് അങ്ങനെ എന്തൊരു പേരിലുള്ള എന്തായിരുന്നത്, അത് എഗെയിൻസ്റ്റ് മാർസലസ് എന്ന് പറയുന്ന രചനയുണ്ട്, കൈസരിയയിലെ യൂസീബിയസ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അഗെയിൻസ്റ്റ് എക്ലീസിയാസ്റ്റിക്കൽ തിയോളജി, അതിൻ്റെ അകത്തും ഈ പറയുന്ന സിദ്ധാന്തത്തിനെതിരെ കൃത്യമായിട്ടുള്ളൊരു ഖണ്ഡനം വരുന്നുണ്ട്. കൈസരിയയിലെ യൂസീബിയസിനെ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വ്യക്തിത്വമാണ്. സഭാചരിത്രം, ആദ്യത്തെ സമഗ്രമായ സഭാചരിത്രം എഴുതിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ എഗെയിൻസ്റ്റ് മാർസലസ് ആക്ച്വലി വരുന്നത് 335-336 കാലഘട്ടത്തിലാണ്. അതിന് 337-339 കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ എക്ലീസിയാസ്റ്റിക്കൽ തിയോളജി എന്ന് പറയുന്ന ആ ഒരു രചന നിർവഹിക്കുന്നത്. അതിൻ്റെ അകത്തും ഈ പറയുന്നത് പോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ട വാക്യങ്ങളൊക്കെ തന്നെയാണ് യോഹന്നാൻ സുവിശേഷത്തിലെ ആദ്യ ഭാഗം. അതുപോലെ തന്നെ സങ്കീർത്തനത്തിൽ നിന്ന് അദ്ദേഹം വാക്യങ്ങൾ എടുക്കുന്നുണ്ട്. അതുപോലെ എബ്രായ ലേഖനം 1 8 മുതൽ 9 വരെയുള്ള വാക്യത്തിൽ പിതാവ് പുത്രനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ട്. അപ്പം നേരത്തെ ജേക്കബ് മറ്റൊരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചൂണ്ടിക്കാണിച്ചല്ലോ, പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. ആ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ അതൊരു സംഭാഷണമാണ്, കമ്മ്യൂണിക്കേഷൻ. സോ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലാണ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട്. മാത്രവുമല്ല അവിടെ ഒരു മറ്റൊരു വ്യക്തിയെ അഡ്രസ്സ് ചെയ്യുന്ന അതേ പദപ്രയോഗം തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ, നീ, നിന്നെ എന്നൊക്കെ പറയുന്നത് മറ്റൊരു വ്യക്തിയെ അഡ്രസ്സ് ചെയ്യുന്ന പദപ്രയോഗമാണ്. അപ്പോൾ സാമാന്യമായ ഭാഷ അതിനെന്തെങ്കിലും അർത്ഥം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആരോടാണ് സംസാരിക്കുന്നത് അദ്ദേഹം മറ്റൊരു വ്യക്തിയാണെന്നുള്ളതാണ്. അപ്പം വളരെ കൃത്യമായിട്ട് പിതാവ് പുത്രനോട് സംസാരിക്കുന്ന ആ ഭാഗം, എബ്രായ ലേഖനം 1 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ജ്ഞാനം, അതൊരു ഏരിയനിസമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു തർക്കമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവത്തോടൊപ്പമായിരുന്നു എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് വളരെ കൃത്യമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിലിപ്പിയ ലേഖനം 2 6 മുതൽ 11 വരെയുള്ള വാക്യം, അത് വളരെ യൂസീബിയസ് എടുത്തൊരു വാക്യമാണ്, കൃത്യമായിട്ട് എടുത്ത വാക്യമാണ്. നമ്മൾ ഈ സാബലിനിസത്തിൻ്റെ മോഡേൺ ഈ വണ്ണസ് തിയോളജിയുടെ നടുപടിക്കുന്ന ഒരു വേദഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ഫിലിപ്പിയ ലേഖനം 2 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഞാനത് പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർക്കുന്നത് ജെയിംസ് വൈറ്റ് നടത്തിയ ഒരു ഡിബേറ്റ് ഉണ്ട് ഈ വണ്ണസ് തിയോളജിക്കെതിരെ. അതിൻ്റെ അകത്ത് ഈ ഒരു വാക്യം വ്യാഖ്യാനിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഡിബേറ്റ് ഞാൻ കണ്ടത് പെട്ടെന്ന് ഇങ്ങനെ ഓർത്തപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവിടെ പുത്രൻ പിതാവിനുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ, എപ്പോഴാ പുത്രനായി ഭൂമിയിലേക്ക് വന്നതിന് ശേഷമല്ല, വിചാരിക്കാതെ മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതിരുന്നത് തൻ്റെ മനുഷ്യാവതാരത്തിന് ജഡധാരണത്തിന് മുൻപാണ്. അപ്പം അവിടെ സാബലിൻസും തകർന്നു. കാരണം സാബലിൻസിൻ്റെ കാഴ്ചപ്പാടനുസരിച്ചിട്ട് ഇതേ വ്യക്തി തന്നെ മറ്റൊരാളായിട്ട് വരികയാണ്. പക്ഷേ ഈ മറ്റൊരാളായിട്ട് വരുന്നു എന്ന് പറയുന്ന ആ മനുഷ്യാവതാരത്തിന് ജഡധാരണത്തിന് മുൻപ് തന്നെ പുത്രൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതിരിക്കുന്നു. അപ്പോൾ വിചാരിക്കാതിരിക്കുന്ന ഒരാളുണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് സാബലിസ് പ്രകാരം പുത്രൻ എന്നുള്ളത് നിത്യതയിലില്ല. ദൈവം പിതാവായിട്ട് നിലനിൽക്കുന്നു. അതെ, അവതരിക്കുമ്പോൾ പുത്രനായിട്ട് വരുന്നു, അന്നേരം മാത്രമേ പുത്രനുള്ളൂ. അപ്പം ഈ വാക്യപ്രകാരം അവതരണത്തിന് മുമ്പ് തന്നെ പുത്രനുണ്ട്. അപ്പോൾ കോ ഈക്വൽ ആണ്. ഒരു പ്രീ ക്രിയേറ്റീവ് എക്സിസ്റ്റൻസ് ഉണ്ട്, പ്രീ എക്സിസ്റ്റൻസ് ഉണ്ട്. കറക്റ്റ്. അതെ. അപ്പം ആ പ്രീ എക്സിസ്റ്റൻസിൽ ദൈവത്തോടുള്ള സമത്വമുണ്ട്. പക്ഷേ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതിരിക്കുന്ന ഒരാളുണ്ട്, തന്നെത്താൻ താഴ്ത്തുന്ന ഒരാളുണ്ട്, ആ താഴ്ത്തിയ വ്യക്തിയെ ഉയർത്തുന്ന വേറൊരാളുണ്ട്. വളരെ ക്ലിയർ ആണ് ആ ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആ പേഴ്സണൽ വ്യക്തികളെന്നുള്ള ആ ഡിസ്റ്റിങ്ഷൻ വളരെ നിർവചിക്കുന്ന ഒരു വേദഭാഗമാണ് ഫിലിപ്പിയ ലേഖനം 2 6 മുതൽ 11 വാക്യങ്ങൾ. മറ്റ് ഇപ്പോൾ ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു എന്നുള്ള വാക്യങ്ങളൊക്കെ ഇവർ പലരും തന്നെ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഈ വചനം എന്ന് പറയുന്ന ഒരു ആശയം പോലെ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മനുഷ്യാവതാരം ഒരു ആശയം പോലെ പിതാവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പുത്രനായിട്ട് ഭൂമിയിൽ വരണം എന്നൊരു ഐഡിയ പിതാവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം അവിടെ വചനം എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവരതിനെ വ്യാഖ്യാനിക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിതാവിൻ്റെ മനസ്സിലുള്ള ഒരു ഐഡിയയാണ്, ഒരു ആശയമാണ് ഈ വചനം. ഇത് പുത്രനായിട്ട് വരണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. ആ ഐഡിയ സത്യത്തിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ അതൊരു തമാശയായിട്ട് നമുക്ക് തോന്നും. അപ്പം ആ ഐഡിയ എന്നുള്ള രീതിയിലാണ് വചനത്തിനെ വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ ആ വാക്യം തന്നെയും ഞാൻ നേരത്തെ പറഞ്ഞാൽ വ്യക്തമാണ്, ആദ്യ വചനം ദൈവത്തോട് കൂടെയായിരുന്നു. എന്നാൽ ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ ആ ആശയം വളരെ കൃത്യമാണ്. രണ്ട് വ്യക്തികളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, മനുഷ്യാവതാരത്തിന് മുൻപും എന്നുള്ളത്.
ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു റെഫ്യൂട്ടേഷൻ ആയിരുന്നു ഈ യൂസീബിയസിൻ്റെ. അപ്പോൾ ഇഷ്ടംപോലെ വാക്യങ്ങൾ സഭാചരിത്രകാരമായി നമുക്ക് കവർ ചെയ്യാനുണ്ട്. ആൻഡ് വേറൊരാളാണ് എപ്പിഫാനസ് ഓഫ് സലാമിസ്, അദ്ദേഹത്തിൻ്റെ വർക്ക്. പക്ഷേ നമ്മളെല്ലാം കവർ ചെയ്യുമ്പോൾ നമുക്കുള്ള ടൈം നമുക്ക് കടന്നു പോകുന്നതുകൊണ്ട് നമ്മൾ ആ റിബട്ടിൽ നമ്മൾ ഇവിടെ വെച്ച് പരസമയത്ത് എത്തിക്കുകയാണ്. ഇതിനെപ്പറ്റി ആർഗ്യുമെൻറ്റ്സ്, റിഫ്യൂട്ടൽസ് കാണാൻ പറ്റുന്ന ഒരു ഡിബേറ്റ് ഉള്ളത് നമ്മുടെ മലയാളത്തിൽ സജസ്റ്റ് പെട്ടെന്ന് വരുന്ന മനസ്സിൽ വരുന്ന ഇതിൽ ഡിബേറ്റ് ഉണ്ടോ? എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് സെബാസ്റ്റ്യൻ പുന്നക്കലും അനിൽ കൊടുത്തോളം ഡിബേറ്റ്. അതല്ലാതെ വേറെ എന്തെങ്കിലും പോപ്പുലർ ആയിട്ടുള്ള ഡിബേറ്റ് നടന്നിട്ടുണ്ട് വണ്ണസ് പെന്തക്കോസ്റ്റൽ ട്രിനിറ്റിയെ പറ്റി മലയാളത്തിൽ? വണ്ണസ് പെന്തക്കോസ്റ്റൽസുമായിട്ട് ഡിബേറ്റുകൾ ധാരാളം നടന്നിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അനിൽ കൊടുത്തോട്ടം പാസ്റ്ററും സെബാസ്റ്റ്യൻ പുന്നക്കലുമായിട്ട് നടന്നിട്ടുള്ള ഡിബേറ്റുകൾ തന്നെ. അതല്ലാതെ നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം സംവാദങ്ങൾ കാണാനായിട്ട് സാധിക്കും. കാരണം ആ ഡിബേറ്റ് ഞങ്ങളത് ഓർഗനൈസ് ചെയ്തപ്പോൾ ഞാനാണത് പല ഡിബേറ്റുകളും തന്നെ മോഡറേറ്റ് ചെയ്തത്. അതിനുശേഷം കേരളത്തിൽ വെച്ച് വേറെ ഡിബേറ്റ് നടന്നത് ലിനി കെ ജോൺ പാസ്റ്റർ മോഡറേറ്റ് ചെയ്തൊരു ഡിബേറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഡിബേറ്റിൻ്റെ അകത്ത് ഇദ്ദേഹത്തിൻ്റെ നമ്മൾ ഈ പറഞ്ഞ അതിൻ്റെ അകത്തുള്ള ഡിബേറ്റിനെ കുറിച്ച് പറയുമ്പോൾ സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു വണ്ണസ് ഡോക്ടറിനെ കുറിച്ച് ചില വണ്ണസ്സുകാർക്ക് തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് പ്രോപ്പർ വണ്ണസ് അല്ല എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്തായാലും അതൊരു നല്ലൊരു ഡിബേറ്റ് സീരീസ് ആയിരുന്നു. ആക്ച്വലി ഓൺലൈനിൽ നടന്നതും പിന്നെ നാട്ടിൽ വെച്ച് നടന്ന സംവാദമെല്ലാം വളരെ നല്ലൊരു ഡിബേറ്റ് സീരീസാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെയിംസ് വൈറ്റിൻ്റെ ചില ഡിബേറ്റുകളുണ്ട്. അത് എക്സജസിസിൽ വളരെ സ്ട്രോങ് ആണ് ആ ഡിബേറ്റുകൾ. അത് കണ്ടു കഴിഞ്ഞാൽ വ്യാഖ്യാനത്തിൽ, ബൈബിൾ വ്യാഖ്യാനത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം കുറേ കൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ഫിലിപ്പ് ലേഖനത്തിൻ്റെയൊക്കെ അത് എനിക്ക് തോന്നുന്നു ആ ഒരു ഡിബേറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ സാമാന്യം വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അത്രത്തോളം ഡീപ്പായിട്ട് തന്നെ വ്യാഖ്യാനത്തിലൂടെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം എതിരാളികളെ തകർക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും ജെയിംസ് വൈറ്റിൻ്റെ ഡിബേറ്റിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ധാരാളം സംവാദങ്ങളുണ്ട്. പിന്നെ ഈ പറയുന്ന കൂട്ടർക്കിടയിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അവർക്കിടയിൽ തന്നെ ചെറിയ ചെറിയ ഊന്നലുകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ തന്നെ വർണ്ണസുകാരുടെ ഇടയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ അതത്ര വലിയ പ്രസക്തമല്ല. കാരണം പൊതുവിൽ നമ്മൾ പറയുമ്പോൾ 3 വ്യക്തികളെന്ന് പറയുന്നതിനെ അവർ നിഷേധിക്കുന്നു. സോ ആ പോയിന്റിൽ നിർത്തിയാണ് നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കുന്നത്. വ്യതിരിക്തത പുത്രൻ്റെ മനുഷ്യാവതാരത്തിന് മുൻപും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു പോയിന്റിലാണ് സാബലിനിസം തകർന്നടിയുന്നത്. അപ്പം ഈ സഭാപിതാക്കന്മാരോടൊപ്പം തന്നെ മുമ്പ് പറഞ്ഞില്ല സിനോദോസുകളിൽ, കൗൺസിലുകളിൽ സാബലിനിസം അസന്നിഗ്ധമായിട്ട് ഖണ്ഡിക്കപ്പെടുകയുണ്ടായി. ഒന്ന് നിക്കിയ സിനോദോസ്, കോൺസ്റ്റാന്റിനോപ്പോൾ, എഫെസസ്, കാൽസിഡോൺ, ഇവിടെയൊക്കെയാണ് മെയിനായിട്ട് ഇത് ഖണ്ഡനം നടന്നിട്ടുള്ളത്. പക്ഷെ അതൊക്കെ തന്നെ ഈ സഭാപിതാക്കന്മാരുടെ എഴുത്തുകൾ തന്നെയാണ് അതിന് മെയിൻ ആധാരമായിട്ടും തിരുവഴുത്തുകളും ആധാരമായിട്ട് കാണുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തെർത്തുല്യൻ ഇതിൻ്റെ ഖണ്ഡനം എഴുതിയിട്ടുണ്ട്, ഹിപ്പോലിറ്റസ് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഒരു ഉദാഹരണം എനിക്ക് എടുത്തു പറയാൻ താല്പര്യമുള്ളത്, ഈ ഡയനൈഷ്യസ് ബിഷപ്പ്, അതായത് റോമിലെ ബിഷപ്പായിരുന്നു. അപ്പം റോമൻ കത്തോലിക്കരുടെ വീക്ഷണത്തിൽ റോമിലെ ബിഷപ്പ് എപ്പോഴും ഒരു പോപ്പാണ്, പത്രോസ് ആദ്യത്തെ പോപ്പാണ് അവർ കാണുന്നത്. ഡയനൈഷ്യസ് എഗെയിൻസ്റ്റ് സാബലിനിസം എന്ന് എഴുതുന്നതിനകത്ത് അദ്ദേഹം പറയുകയാണ്, ഫോർ ദീസ് ഇന്ത്യ റൈറ്റ്ലി നോ ദാറ്റ് ദ ട്രിനിറ്റി ഈസ് ഡിക്ലെയർഡ് ഡിവൈൻ സ്ക്രിപ്ചർ, തിരുവഴുത്തിൽ ട്രിനിറ്റി ഡിക്ലെയർഡ് ആണ്. ബട്ട് ദാറ്റ് ദ ഡോക്ട്രിൻ ദാറ്റ് ദെയർ ആർ 3 gods, 3 ദൈവങ്ങളുണ്ട് എന്നുള്ളത് ഈസ് നൈദർ ടോട്ട് ഇൻ ദി ഓൾഡ് നോർ ഇൻ ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ്. അപ്പം തൃത്വത്തിൻ്റെ ആധികാരികത എന്ന് പറഞ്ഞ് കിടക്കുന്നത് തിരുവഴുത്തിൽ അടിസ്ഥിതമായിട്ടാണ് എന്നാണ് ഡയനേഷ്യസ് എന്ന റോമിലെ ബിഷപ്പ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി വായിച്ചപ്പോൾ ഇത് ഒരു കാത്തലിക് സോഴ്സിൽ നിന്ന് തന്നെയാണ് ഞാനിതിൻ്റെ ഈ കോട്ട് കിട്ടിയത്. അപ്പോൾ അവിടെ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽ വന്നത് തന്നെയായിരുന്നു, ക്രിസ്തീയ വിശ്വാസത്തിനകത്ത് ഏറ്റവും ഒബ്ജക്റ്റ് ചെയ്യപ്പെടുന്നതും ക്രിസ്തീയ വിശ്വാസത്തെ മറ്റെല്ലാ മതവിശ്വാസങ്ങളിൽ നിന്ന് തികച്ച് വ്യത്യസ്തമാക്കി നിർത്തുന്നതും മറ്റെല്ലാ നോർമൽ മോണോത്തിയസത്തിൽ നിന്ന് തന്നെ വീണ്ടും വ്യത്യസ്തമാക്കി നിർത്തുന്നതും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളും കോൺട്രവേഴ്സീസും ഹെറസീസും ഉയർന്നു പോയിന്റും ക്രിസ്ത്യാനിറ്റിയുടെ കോർ ഡോക്ടറിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ട് ഒന്നായ ട്രിനിറ്റിയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി റോമിലെ ബിഷപ്പായിരുന്ന ഡയനീസസ് പറഞ്ഞത്, പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ ഇത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു, ഇതിന് മറിച്ചൊരു ഖണ്ഡനം പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ ഇല്ല. ദാറ്റ്സ് ഇറ്റ്. സ്ക്രിപ്ചറൽ ബേസ് ആണ് ഡയനീഷ്യസ് എന്ന റോമിലെ ബിഷപ്പ് ആയിരുന്നു അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതൊന്നുകൂടി നമുക്ക് ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ സംസാരിച്ച ഓരോ ഖണ്ഡനങ്ങളുടെ രചനകൾ എടുക്കുമ്പോഴും നമ്മളെന്താ പറഞ്ഞത്, ഫിലോസഫിയെക്കുറിച്ചല്ല പറഞ്ഞത്, ബൈബിൾ വാക്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ബൈബിൾ ഉപയോഗിച്ച് തന്നെയാണ് ആദിമ പിതാക്കന്മാരെല്ലാവരും തന്നെ ദുരുപദേശങ്ങളെ ഖണ്ഡിച്ചിരിക്കുന്നതും പഥ്യോപദേശത്തെ സ്ഥാപിച്ചിരിക്കുന്നതും. അപ്പം ഈ ആധുനിക കാലത്തിൽ ചില ഒരു ചിന്തയുണ്ട്, സഭാപിതാക്കന്മാരെന്നൊക്കെ പറയുമ്പം അവർ പാരമ്പര്യമെല്ലാം പറഞ്ഞായിരിക്കും എന്നുള്ള. സത്യത്തിൽ അത് വളരെ തെറ്റിദ്ധാരണയാണ്. ഈ പറയുന്ന എല്ലാവരും തന്നെ തിരുവഴുത്തുകൾ ഉപയോഗിച്ചാണ് ദുരുപദേശങ്ങളെ ഖണ്ഡിച്ചത്. അത് വളരെ വ്യക്തമായിട്ട് ഊന്നി പറയേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ തന്നെ എടുത്തെല്ലാം വാക്യങ്ങളാണ്, അവർ ഏത് വാക്യങ്ങളാണ് ഉപയോഗിച്ചതെന്നുള്ളതാണ് നമ്മളിവിടെ സംസാരിച്ചത്.
അതിനുശേഷം AD 375 നിയോ കൈസയിൽ ഇത് വീണ്ടും തലപൊക്കി വരുന്നു. അവിടെ വെച്ച് ബേസിൽ ദ ഗ്രേറ്റ് എന്ന സഭാപിതാവ് അതിനെ വീണ്ടും കണിക്കുകയും അറ്റാക്ക് ചെയ്യുകയൊക്കെ ഉണ്ടായി. പക്ഷേ പിന്നീട് ഇത് ആധുനിക കാലത്തിൽ വീണ്ടും തലപൊക്കി വരുന്നൊരു രംഗമുണ്ട്. പക്ഷേ അതിന് മുമ്പായിട്ട് ഒരു പോയിന്റ് പറയേണ്ടത്, ഈ നമ്മൾ പറഞ്ഞാൽ ഈ സാബലിനിസം തെർത്തുല്യൻ തന്നെ സമ്മതിക്കുന്നുണ്ട്, പൊതുജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യമായി വരുന്നതിൻ്റെ ഒരു കാരണമായിട്ട് അതിൻ്റെ സിംപ്ലിസിറ്റി, പ്രത്യക്ഷതയിലുള്ള സിംപ്ലിസിറ്റി, അതാണ് കീ പോയിന്റ്, പ്രത്യക്ഷതയിലുള്ള സിംപ്ലിസിറ്റി. അപ്പം ഇപ്പം ഞാൻ അടുത്തിടയ്ക്ക് ISPFൻ്റെ ഒരു UAE ഒരു മീറ്റിങ്ങിൽ ട്രിനിറ്റിയെ പറ്റി കുട്ടികൾ ഡൗട്ട്സ് ചോദിച്ചപ്പോൾ ഞാൻ അതിനകത്ത് മെയിനായിട്ട് എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ അനാലജി ഉപയോഗിക്കുമ്പോൾ, എക്സാമ്പിൾസ് ഉപയോഗിക്കും, തൃത്വം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമെന്ന് തോന്നുന്ന രീതിയിലുള്ള അനാലജി ഉപയോഗിക്കാൻ ഒരു താല്പര്യം തോന്നാറുണ്ട്. അപ്പോൾ അവിടെ തന്നെയാണ് ഈ തത്വ ദുരുപദേശങ്ങൾക്ക് പലപ്പോഴും അറിയാതെ വഴിവെച്ച് പോകുന്നത്. അപ്പം അതിൽ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു എക്സാമ്പിളാണ് ഈ വാട്ടർ മോളിക്യൂൾ വെച്ചുകൊണ്ട് എക്സാമ്പിൾ. ആൾക്കാർ പറയും തൃത്വം എന്നുള്ളത് വാട്ടർ മോളിക്യൂളാണ്. ഒരു മോളിക്യൂൾ സോളിഡായിട്ട് എക്സിസ്റ്റ് ചെയ്യും, അത് ലിക്വിഡായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കും, അത് ഗ്യാസ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് തൃത്വം എന്ന് പറയുമ്പോൾ അവരറിയാതെ അവർ പറയുന്നത് മോഡലിസമാണ്. കാരണം ആ മോളിക്യൂളിന് ഒരേ സമയം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് സ്റ്റേറ്റ് നിലനിൽക്കാൻ സാധിക്കത്തില്ല. അത് ഒരു സമയത്ത് ലിക്വിഡ് സ്റ്റേറ്റ്, പിന്നെ ഒരു സമയത്ത് സോളിഡ് സ്റ്റേറ്റ്, പിന്നെ ഒരു സമയത്ത് ഗ്യാസ് സ്റ്റേറ്റിൽ ആ മോളിക്യൂൾ ഭാവം മാറി വരുന്നതാണ് ശരിക്കും സംഭവിക്കുന്നത്. അത് ആക്ച്വലി മോഡലിസമാണ്. അത് തൃത്വോപദേശത്തിൻ്റെ ഒരു എക്സാമ്പിളേ അല്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തൃത്വോപദേശം ഞങ്ങൾക്ക് എക്സാമ്പിൾ കിട്ടുന്നില്ല, കിട്ടാൻ പാടാണ്. അതുകൊണ്ട് തന്നെയുള്ള തൃത്വോപദേശം എപ്പോഴും എല്ലാവർക്കും ഒരു കോൺട്രവേഴ്സി ആയിട്ട് നിൽക്കുകയും എല്ലാവരും അതിനെ ചോദ്യം ചെയ്യാൻ കാരണം അത് നമുക്ക് നോർമലി മറ്റെല്ലാ വീക്ഷണങ്ങളും ദൈവസങ്കല്പങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ വളരെ വ്യത്യസ്തവും തികച്ചും മാനുഷിക ബുദ്ധിക്ക് അതീതമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, എനിക്ക് ഒറ്റ വാചകത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു എക്സാമ്പിൾ കിട്ടിയേ മതിയാകൂ എന്ന് പറഞ്ഞ് ശപഥം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ദുരുപദേശ അനുകൂലമായിട്ടുള്ള പല എക്സാമ്പിൾസും മുന്നിൽ വന്നു എന്ന് തന്നെ വരാം. അപ്പോൾ അതൊരു പോയിൻ്റായിട്ട് പറഞ്ഞു പോകുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോയിന്റിലേക്ക് വരാം. ഈ മോഡലിസം ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ തലയെടുത്ത് വരുന്നത്. നമ്മളിന്ന് വണ്ണസ് പെന്തക്കോസ്റ്റ് പറഞ്ഞ് കാണുന്നു, ഇന്ന് സെബാസ്റ്റ്യൻ മുന്നേക്കളെ പോലുള്ളവർ പലരൊക്കെ ഇതിനകത്ത് പ്രമുഖരാണ്. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ എവിടെയാണ് ഇത് മെയിനായിട്ട് ശക്തി ആർജിച്ച് വരുന്നത്? അതിൻ്റെ ഉത്ഭവം എവിടെ? അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടോ? ഉണ്ട്. അത് ആക്ച്വലി പ്രത്യേകിച്ചും പെന്തക്കോസ്റ്റ് സമൂഹമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു ചരിത്രമാണ് അതിനുള്ളത്. 1916 അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ കൗൺസിൽ വളരെ പ്രസക്തമാണ് ഈ വിഷയത്തിൽ. അപ്പോൾ അതിനു മുമ്പ് നടന്ന ചില സംഭവങ്ങളുണ്ട്. അവരുടെ ഒരു ക്യാമ്പിൽ വെച്ചിട്ട്, ഒരു കാലിഫോർണിയയിൽ നടന്നിട്ടുള്ള ഒരു ക്യാമ്പിൽ, ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് അവിടുത്തെ ഒരു പ്രഭാഷകനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് ആറി മക്അലിസ്റ്റർ എന്നാണ്. മക്അലിസ്റ്റർ. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനം, അങ്ങനെയാണ് ആദിമകാലത്ത് സഭയിൽ സ്നാനപ്പെടുത്തിയിരുന്നത് എന്നൊരു പരാമർശം അദ്ദേഹം നടത്തുകയുണ്ടായി. അതിനെ തുടർന്ന് പിന്നീട് അദ്ദേഹം അതിൻ്റെ അകത്ത് ചില വാക്യങ്ങളൊക്കെ എടുത്തു കൊണ്ട്, അപ്പസ്തലപ്രവൃത്തിയിലെ വാക്യങ്ങളെടുത്ത് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം പിന്നെ അന്ന് രാത്രിയാണെന്ന് തോന്നുന്നു, ഒരു ക്യാമ്പിൽ വെച്ച് നടക്കുന്ന സംഭവമാണ്. അന്ന് രാത്രി ഒരു സുവിശേഷകൻ, ഒരു പ്രഭാഷകൻ ഇതുപോലെ തന്നെ അദ്ദേഹം രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വെളിപ്പാട് കിട്ടി. യേശുവിൻ്റെ നാമത്തിനാണ് ശക്തി എന്നൊരു വെളിപ്പാട് കിട്ടിയെന്ന് അദ്ദേഹം പിറ്റേ ദിവസം പറയുകയാണ്. അതൊരു പ്രത്യേകിച്ചൊരു വെളിപ്പാടല്ലല്ലോ, അത് പ്രത്യേകിച്ചൊരു വെളിപ്പാടല്ല, സംഭവമാണ്. അതെ, യേശുവിൻ്റെ നാമത്തിന് ശക്തി ഉണ്ടെന്നുള്ളത് തിരുവഴുത്തിലുള്ള സംഭവം. നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ഈ പെന്തക്കോസ്റ്റിൻ്റെ ആദിമ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ പുനഃസ്ഥാപിക്കപ്പെട്ട ആ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് മുഖാന്തരമുള്ള സവിശേഷമായ പ്രകാശനങ്ങളും വെളിപ്പാടുകളും ലഭിക്കുന്നതും അത് ഉപയോഗിക്കുന്നതും പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ നിലയിൽ തന്നെ അത് എല്ലാ കാലത്തിലും നമ്മളത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ, ദൈവത്തിൽ നിന്നുള്ള ആത്മീയ പ്രചോദനം, അതുപോലെ പ്രവചനമൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനെ കുറേ കൂടി ഡീപ്പായിട്ട് വേറെ രീതിയിലൊരു വെളിപ്പാട് ലഭിക്കുന്ന രീതിയിൽ തന്നെ ഒക്കെയുള്ള ചിന്താഗതികൾ ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ് പെന്തക്കോസ്റ്റിൻ്റെ ഒരു തുടക്ക കാലഘട്ടം. മെച്യൂരിറ്റിയിലേക്ക് വരുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിനാണ് ശക്തി, അപ്പോൾ അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനമാണ് ശരി എന്നൊരു കാഴ്ചപ്പാട് അദ്ദേഹം മുമ്പോട്ട് വെച്ചു. അങ്ങനെ അവിടെ നിന്ന് പിന്നീട് മറ്റു ചില ആളുകൾ അതിനോടൊപ്പം അത്തരത്തിലുള്ള ആശയത്തിനോടൊപ്പം ചേർന്നു. വളരെയധികം വിവാദങ്ങളുണ്ടായി. ആദ്യകാലത്ത് ചിലർ അതിനോട് അനുകൂലമായിട്ട് നിന്ന്, കുറേ പേര് അനുകൂലമായിട്ട് നിന്ന ആളുകൾ പിന്നീട് അതിൻ്റെ അകത്തു നിന്നുള്ള അപകടം പിന്നീട് മനസ്സിലാക്കിയത് ഈ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനം എന്നതിൻ്റെ അപ്പുറത്ത് ത്രിയേക വിശ്വാസത്തെ നിഷേധിക്കുന്ന നിലയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സഭ കൂടുതൽ അതിൻ്റെ അപകടം മനസ്സിലാക്കിയത്. അപ്പോൾ ആദ്യകാലത്ത് അതിനെ അനുകൂലമായി നിന്ന
ചില പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, അസംബ്ലീസിലെ ചില വ്യക്തികൾ അതിനെ വ്യക്തമായിട്ട് രീതിയിൽ അത് നിഷേധിക്കപ്പെടേണ്ട ഒരു ആശയമാണെന്ന ഒരു നിലപാടിലേക്ക് വന്നു. അപ്പോൾ തന്നെ വേറൊരു വിഭാഗം കൂട്ടർ കൃത്യമായിട്ട് യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനം എന്നതിൽ തുടങ്ങി ത്രിയേക വിശ്വാസത്തെ നിഷേധിക്കുന്ന നിലയിലേക്കും മോഡലിസം എന്ന് പറയുന്ന ആ ദുരുപദേശത്തിലേക്കുള്ള കാഴ്ചപ്പാട് അവർ കൂടുതൽ വ്യാപകമായി പ്രചരിപ്പിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ഒരു വലിയ വിവാദമെല്ലാം ഉണ്ടായി. ആ വിവാദത്തിനെ തുടർന്ന് 1916 ഇവരുടെ അസംബ്ലീസ് ഗവൺമെൻറ് ജനറൽ കൗൺസിലിൽ വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾക്കൊരു തീരുമാനമാക്കുന്നതും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയും ഇതൊരു തെറ്റായ ഉപദേശമാണ് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ട് അസംബ്ലീസ് ഓഫ് ഗോഡ് എന്താണ് വിശ്വസിക്കുന്നത് എന്നുള്ളത് ത്രിയേക വിശ്വാസത്തെ ഊന്നി പറഞ്ഞുകൊണ്ടുള്ള വിശ്വാസ പ്രസ്താവന രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ അതിനു മുമ്പ് അത് വെറുതെ അങ്ങ് ഒരു തീരുമാനം എടുക്കുകയായിരുന്നില്ല. അതിനു മുൻപ് ഈ കാര്യത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവരൊരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റി വളരെ വിശദമായിട്ട് ഈ ഉപദേശത്തിൻ്റെ അതിൻ്റെ വീക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ അപാകതകൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ച് അവിടെ വേണ്ട നിലയിലുള്ള റിപ്പോർട്ടുകൾ നൽകി കൗൺസിലിൽ അതിൻ്റെയും കൂടി വെളിച്ചത്തിൽ വളരെ കൃത്യമായി നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് വളരെ കൃത്യമായിട്ട് തങ്ങളുടെ നിലപാടിതാണ്, വിശ്വാസ പ്രസ്താവന എന്ന രീതിയിൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങൾ രൂപീകരിച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൻ്റെ അകത്ത് വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ ഈ ത്രിയേക വിശ്വാസത്തെക്കുറിച്ച് ഊന്നിപ്പറയുന്ന രീതിയിൽ അത് വിശദീകരിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് ഈ യേശുനാമ വിഭാഗത്തെ പുറത്താക്കുന്നത്. പിന്നീട് അതിനുശേഷം ധാരാളം ശുശ്രൂഷകന്മാർ സഭ വിട്ടു പോവുകയും അവർ മറ്റൊരു കൂട്ടമായിട്ട് അങ്ങനെ മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ചരിത്രമൊക്കെ നമുക്ക് പിന്നീട് കാണാനായിട്ട് സാധിക്കും. ഒരു ഭാഗം ആളുകൾ അങ്ങനെ പോയി, യേശുനാമ സിദ്ധാന്തത്തിൻ്റെ പിന്നാലെ തന്നെ പോയി. എന്നാൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ അതിൻ്റെ നിലപാട് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ നടന്ന ആ ഒരു പിന്നീട് വന്ന ആ ഒരു സ്പ്ലിറ്റ് അതിൻ്റെ അകത്ത് പോയ ആളുകളാണ് പിന്നീട് യേശുനാമ ഉപദേശം എന്ന രീതിയിൽ മുന്നോട്ട് വരികയും ഈ വണ്ണസ് ഡോക്ട്രിൻ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്കൊക്കെ പോയത്. അപ്പോൾ അതിൻ്റെ ഒരു ആധുനിക കാലഘട്ടത്തിൽ യേശുനാമ ഉപദേശം അല്ലെങ്കിൽ കുറെ കൃത്യമായി പറഞ്ഞാൽ വണ്ണസ് ഡോക്ട്രിൻ്റെ ഒരു ക്ലിയർ കട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ നടന്ന ഈ വിവാദങ്ങളും അതിനെ തുടർന്ന് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ എടുത്ത വിശ്വാസ ബോധ്യതകളനുസരിച്ചുള്ള ഉപദേശ സംബന്ധമായ ഈ വ്യക്തമായൊരു നിലപാട്, ത്രിയേക വിശ്വാസത്തിന് അനുകൂലമായ ഒരു നിലപാട് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ എടുത്തതുമാണ് ഇതിൻ്റെ ഒരു ആധുനിക കാലഘട്ടത്തിലൊരു വണ്ണസ് മൂവ്മെൻറ്റിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഏകദേശം ചില കാലഘട്ടങ്ങൾ മുമ്പായിട്ട് ചെറിയ തീപ്പൊരി പോലെ കാണുന്നത് ഈ റിഫോർമേഷൻ്റെ സമയത്ത് മൈക്കിൾ സെർവിറ്റസ് എന്ന ഒരു വ്യക്തി ഇത് കൊണ്ടുവരികയും, പക്ഷെ അതിനുശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ ഫോളോയിങ് ആയിട്ടെങ്കിലും ഞാൻ ഒരു സമഗ്രമായിട്ട് കാണുന്നില്ല. പിന്നെ 18ാം നൂറ്റാണ്ടിൽ ഒരു സ്വീഡിഷ് മിസ്റ്റിക്കൽ ഫിലോസഫർ, സയൻറ്റിസ്റ്റ് എന്നൊക്കെ തന്നെ റെഫർ ചെയ്യപ്പെടുന്ന ഇമ്മാനുവൽ സ്വീഡൻബർഗ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പിന്നെ ഒരു കൾട്ടായിട്ട് രൂപീകരിക്കുക, ന്യൂ ചർച്ചും കൊണ്ടു വരികയും അവിടെയും ഈ ഒരു മോഡലിസം സാബലിസത്തിൻ്റെ ഒരു അംശം അവിടെയും കാണുകയുണ്ടായി. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ 1916 ആ ഒരു കാലഘട്ടത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നാണ് ഏറ്റവും ആധുനിക കാലഘട്ടത്തിൽ വണ്ണസ് പെന്തക്കോസ്റ്റ് എന്ന രൂപത്തിൽ ആ ദുരുപദേശം ശക്തി ആർജിച്ച് വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. നമ്മളിതിൻ്റെ കൺക്ലൂഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ അന്ന് നടന്ന ഡിബേറ്റ്, അനിൽ കൊടുത്തൊരു ഭാഷങ്ങളും സെബാസ്റ്റ്യൻ പുന്നക്കൽ നടന്ന ഡിബേറ്റിനകത്ത് വന്ന പോയിന്റ് അതൊന്നും ഈ വണ്ണസ് പെന്തക്കോസ്റ്റ് പഠിച്ചു വരുന്നവർ അല്ലെങ്കിൽ കണ്ടുവരുന്നവരെല്ലാവരും പെട്ടെന്ന് കാണുന്ന ഒരു പോയിന്റ് അത് തന്നെയായിരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിക്കുക. നമ്മുടെ അപ്പോസ്തല പ്രവൃത്തി വരുമ്പോൾ ആരുടെ നാമത്തിലാണ് സ്നാനം കഴിച്ചിരിക്കുന്നത്? യേശുവിൻ്റെ നാമം, യോഹന്നാൻ്റെ നാമം എന്ന് പറയുമ്പോൾ അവരവിടെ പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ സ്നാനം എന്ന് അപ്പോസ്തല പ്രവൃത്തി കാണുന്നു. കർത്താവ് സ്ഥാപിക്കുമ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ നാമം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് യേശുവാണ് നാമം, പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമം യേശുവാണ് നാമം എന്നവർ പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്. അത് പ്രത്യക്ഷത്തിൽ വളരെ സിമ്പിൾ, സ്ട്രേറ്റ് ഫോർവേഡ്, സ്ട്രോങ് ആയിട്ട് തോന്നി വരാം. ഒറ്റ വാചകത്തിൽ എന്തുകൊണ്ടാണ് ആ ഒരു വാദം നിലനിന്ന് പോകുന്നില്ലെന്നൊന്നും പറയാമോ? അതായത് അതൊരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു വ്യാകരണപരമായൊരു തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണ്, അത് നമുക്ക് ലളിതമായിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെയും ജേക്കബിൻ്റെയും വേറൊരു ബ്രദറിൻ്റെ പേര് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത്, എൻ്റെയും ജേക്കബിൻ്റെയും ഡാനിയുടെയും പേരിൽ ഒരു സ്ഥലം വാങ്ങി എന്ന് പറയുമ്പോൾ എൻ്റെയും ജേക്കബിൻ്റെയും ഡാനിയുടെയും പേരുകളിൽ സ്ഥലം വാങ്ങി എന്ന് പറയാറില്ല. ഇല്ല, പറയൂ. അത്രയേ ഉള്ളത്. നമ്മൾ പറയുമ്പോൾ ഞങ്ങളുടെ പേര് എന്ന് പറയുമ്പോൾ അവിടെ പേര് തന്നെയാണ്, പേരുകൾ എന്ന് പറയുന്നില്ല. പേരുകളെന്ന് നമ്മൾ പറയില്ല എന്ന് പറയുന്ന പോലെയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും. ആ നാമം എന്ന് പറയുന്നത് ഏകവചനമാണ് ആണ്, പക്ഷെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. അത് നമ്മൾ സാധാരണ ലാംഗ്വേജിൽ പോലും നമ്മൾ അവിടെ അങ്ങനെ ഒരു പ്രയോഗം പറയുമ്പോൾ പേരുകൾ എന്ന് പറയാറില്ല, നാമങ്ങളിൽ എന്നൊരിക്കലും പറയാറില്ല. ഗ്രാമാറ്റിക്കലി
വ്യക്തതയിൽ അങ്ങനെ പറയുന്ന രീതിയേ ഇല്ല, നിലവിലില്ല അങ്ങനെ ഒരു കാര്യം. അപ്പോൾ അവിടെ എൻ്റെയും ജേക്കബിൻ്റെയും ഡാനിയുടെയും പേരിൽ എന്ന് പറഞ്ഞാൽ പേര് ഒന്നാണ്. എൻ്റെയും ജേക്കബിൻ്റെയും ഡാനിയുടെയും പേരുകളിൽ എന്നുള്ളത് ബഹുവചനം, ഒന്നെന്ന് ഉദ്ദേശിക്കുന്നത് ഏകവചനാർത്ഥത്തിലേ വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാനും ജേക്കബും ഡാനിയും ഒരു വ്യക്തിയാണെന്നല്ല, 3 വ്യക്തികളാണ്. പക്ഷെ നാമത്തിൽ എന്ന് പറയുന്നത് അങ്ങനെ. അപ്പോൾ അതിനൊരു ഇവരുടെ ഉപദേശത്തിന് ഒരു തരത്തിലും അത് സാധൂകരിക്കുന്ന ഒരു കാര്യമല്ല. നാമം എന്ന് പറഞ്ഞാൽ ഏകവചനമാണ്. പിന്നെ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. തിരുവഴുത്തിൽ ആവർത്തിച്ച് കാണുന്നുണ്ട്. നാമം പരാമർശിക്കാതെ അവർ സ്നാനമേറ്റു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പിതാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ഈ കേൾക്കുന്ന ജനത്തിന് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് പാപമോചനം പ്രസംഗിക്കുക എന്ന് പറയുന്ന ചിന്തയാണ് നമ്മൾ കാണുന്നത്. ഈ യേശു ക്രിസ്തു മുഖാന്തരമുള്ള പാപമോചനം പ്രസംഗിക്കുമ്പോൾ ആ പുത്തനെ ഊന്നി പറയുകയാണ്. അതാണ് യേശുവിൻ്റെ നാമത്തിൽ എന്നവിടെ കൊടുത്തിരിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഡിസ്റ്റിങ്ഷൻ ഫാക്ടർ കൂടി ഉണ്ടോ? ഞാൻ സമയം അതിക്രമിച്ച് പോകുന്നു. അതായത് യോഹന്നാൻ സ്നാനം കഴിപ്പിക്കുന്നു. അപ്പോൾ ആരുടെ സ്നാനം എന്ന് പറയുമ്പം യോഹന്നാൻ സ്നാനം ഒരു പക്ഷത്തുണ്ട്, മറ്റു പക്ഷത്ത് യേശു ഉണ്ട്. അപ്പോൾ വളരെ ലളിതമായിട്ട് നോക്കുമ്പോൾ തന്നെ നമ്മുടെ സ്വാഭാവിക ഒരു പ്രയോഗത്തിന് ഒരു ഡിസ്റ്റിങ്വിഷൻ, അത് ഇന്നാരുടെ എന്നൊരു പ്രയോഗത്തിനകത്തുള്ള ഒരു പദപ്രയോഗ ഉപയോഗം കൂടി ആയിരുന്നു കൂടെ അവിടെ സംഭവിക്കുന്നത്. അതെ, അതന്നെ ഞാൻ പറഞ്ഞത്. പുത്രനെ വളരെ കൃത്യമായിട്ട് ഊന്നി പറയുകയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഒരു ഡിസ്റ്റിങ്ഷൻ എന്ന രീതിയിൽ പറയുകയും ചെയ്യുകയാണ് അവിടെ സംഭവിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഉള്ള സ്നാനം എന്ന് പറയുന്നതിലൂടെ അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അവിടെ സ്നാനപ്പെടുത്തിയ സമയത്ത് യേശുവിൻ്റെ സ്നാനം വരുന്ന സ്നാനപ്പെടുത്തിയ സമയത്ത് അവിടെ ഏത് സ്നാനമാണ്, ഏത് നാമമാണ് പറഞ്ഞതെന്ന് എഴുതിയിട്ടുണ്ടോ തിരുവഴുത്തിൽ എവിടെയെങ്കിലും? അതായത് ഞാൻ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ചോദിക്കാം. അതായത് ഇപ്പം നമ്മൾ ഫിലിപ്പോസ് ഷണ്ടനെ സ്നാനപ്പെടുത്തി, എത്യോപ്യക്കാരനായിട്ടുള്ള ഷണ്ടനെ സ്നാനപ്പെടുത്തി. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും തിരുവഴുത്തി കാണുന്നുണ്ടോ ഫിലിപ്പോസ് വെള്ളത്തിലേക്ക് ഇറങ്ങി, ഫിലിപ്പോസ് ഷണ്ടൻ വെള്ളത്തിലേക്ക് ഷണ്ടനായിട്ടുള്ള ആ വ്യക്തി വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഫിലിപ്പോസ് ഷണ്ടൻ്റെ മേൽ കൈവച്ച് അദ്ദേഹത്തെ വെള്ളത്തിലേക്ക് ആഴ്ത്തി, എന്നിട്ട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുന്നു. അദ്ദേഹം കയറി വന്നു. ഇങ്ങനെ ഒരു നറേറ്റീവ് എവിടെയെങ്കിലും ഉണ്ടോ അപ്പോസ്തല പ്രവൃത്തിയിൽ? ഇല്ല. അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടെങ്കിലേ ഉള്ളൂ സ്നാന സമയത്ത് പറഞ്ഞ നാമം എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി സ്നാനം ഏറ്റു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്നാനം ഏറ്റ ഇപ്പം നമുക്ക് കാണാമല്ലോ, ഇപ്പോൾ അപ്പോസ്തലന്മാരെ വിലക്കുന്നുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കരുതെന്ന് വിലക്കുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണം നമ്മളവിടെ കാണുന്നുണ്ട്. എന്ന് പറയുന്നത് പോലെ ഒരു നറേറ്റീവിൽ കൃത്യമായിട്ട് സ്നാന സന്ദർഭം പ്ലേസ് ചെയ്യുന്ന, സ്നാന സന്ദർഭം വിവരിക്കുന്ന ഒരു നറേറ്റീവ് അപ്പോസ്തല പ്രവൃത്തിയിലില്ല. അപ്പം എക്സാക്ട്ലി സ്നാന സമയത്ത് അവർ പറഞ്ഞ നാമം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് പറഞ്ഞത്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞോ ഇല്ലയോ എന്ന് തീർച്ചപ്പെടുത്താൻ, അല്ലെ യേശുവിൻ്റെ നാമത്തിൽ എന്നാണോ പറഞ്ഞത് തീർച്ചപ്പെടുത്താൻ അങ്ങനെ ഒരു വിവരണം അപ്പോസ്തല പ്രവൃത്തിയിൽ എങ്ങുമില്ല. മറിച്ച് ആ നടന്ന സ്നാനത്തെക്കുറിച്ച് പോയിന്റ് ഔട്ട് ചെയ്യാണ്, ആ സ്നാനത്തെ പരാമർശിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അവർ സ്നാനമേറ്റു എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ പുത്രനെ ഊന്നി പറയുകയാണ്. പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും എല്ലാവർക്കും അറിയാം. പുത്രൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എന്നുള്ളത് നിശ്ചയമായിട്ട് ജേക്കബ് പറഞ്ഞതുപോലെ യോഹന്നാൻ അടക്കമുള്ള മറ്റു പല സ്നാനങ്ങളുണ്ടായിരുന്നു, അതിൽ നിന്ന് വ്യതിരിക്തമായിട്ട് പറയുകയാണ്. അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. അപ്പോൾ വളരെ സിമ്പിളായിട്ടൊക്കെ മനസ്സിലാക്കാവുന്ന ഒരു പോയിന്റ് കൂടിയാണ്. ലാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞ നമുക്കൊന്ന് ടച്ചിൻ്റെ ഒരു കാര്യം, ഇപ്പോൾ ഒരു വണ്ണസ് പെന്തക്കോസ്റ്റൽകാരനോട് നമ്മൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വണ്ണസ് പെന്തക്കോസ്റ്റൽകാരൻ്റെ സഭയിലൊരു തൃത്വവിശ്വാസി പോയാൽ അവിടെ യേശുവിനെ തള്ളി പറയുന്നില്ല, യേശു ദൈവമല്ല എന്ന് പറയുന്നില്ല, യേശു സൃഷ്ടിയാണെന്ന് പറയുന്നില്ല. അപ്പോൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ യേശു ദൈവമാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എന്നോട് ഒരു സുഹൃത്ത്, ഇതിനെപ്പറ്റിയൊക്കെ അറിയാവുന്നൊരു സുഹൃത്ത് എന്നോട് ഒരിക്കൽ പറഞ്ഞു, നമ്മൾ അവരെ ഒരു ദുരുപദേശമായിട്ട് കാണേണ്ടതില്ല, നമ്മളോട് വിയോജിക്കുന്നു, പക്ഷേ നമ്മൾ അവരോട് മിനിസ്ട്രിയിൽ സഹകരിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ കൊളാബറേറ്റ് ചെയ്യാത്തൊരു അങ്ങനൊരു ഒരു ഡാമിനബിൾ ഹെറസി ആയിട്ട് കാണേണ്ടതില്ല, കാരണം അവർ യേശുവിൻ്റെ ദൈവത്വം തള്ളിക്കളയുന്നില്ലല്ലോ എന്ന്. എന്താണ് ഡെന്നിസ് ചാൻ അതിനുള്ള ഒരു പ്രതികരണം? അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് തിരുവഴുത്തുകളിലൂടെ വെളിപ്പെട്ടിരിക്കുന്ന ദൈവം ആരായിരിക്കുന്നു, ദൈവം എങ്ങനെയായിരിക്കുന്നു എന്ന ഒരു വസ്തുതയാണ് പുതിയ നിയമത്തിൽ പഴയ നിയമത്തിലെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ക്രമാനുഗതമായി വർദ്ധിച്ചു വരുന്ന വെളിപ്പാടിൻ്റെ ഒരു ആത്യന്തികമായിട്ടുള്ള പൂർത്തീകരണമാണ് ക്രിസ്തുവിൽ സംഭവിക്കുന്നത്. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഇതാണ് തൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. ഈ യേശുനാമ ഉപദേശം വിശ്വസിച്ച് കഴിഞ്ഞാൽ ആരും ഒരു കാലത്തും പിതാവിൻ്റെ അടുക്കലെത്തില്ല, യേശുവിൻ്റെ പോയാലും എത്തില്ല. കാരണം എന്താണ്?
പിതാവ് എന്ന് പറയുന്നത് വേറൊരാളില്ല. മനസ്സിലായി? അപ്പം യേശുവിൻ്റെ ആ മിഷൻ തന്നെ യഥാർത്ഥത്തിൽ ഫെയിൽ ചെയ്യുന്ന ഒരു സിദ്ധാന്തമാണ് ഈ യേശുനാമ ഉപദേശം എന്ന് പറയുന്നത്. കാരണം ഞാൻ മുഖാന്തരം പിതാവിൻ്റെ അടുക്കൽ എത്തുന്നു എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് എങ്ങനെയാണ് ഇവിടെ വരുന്നത്? കാരണം മുഖാന്തരത്തിലേക്ക് എത്തുമ്പോൾ തന്നെ പിതാവിലും എത്തി. പിതാവിലേക്ക് എത്തുക എന്ന് പറയുന്ന പിതാവിനെ വെളിപ്പെടുത്തുക എന്ന് പറയുന്ന ഒരാശയം, അതൊന്നും യഥാർത്ഥത്തിൽ യേശുനാമോപദേശത്തിൽ സംഭവിക്കുന്നില്ല. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മിഷൻ എന്ന് പറയുന്നത് ദൈവിക രക്ഷാകരമായ പദ്ധതി വെളിപ്പെടുത്തുകയും ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടിൻ്റെയും ആത്യന്തിക പൂർത്തീകരണം ക്രിസ്തുവാണ്. ആ പൂർത്തീകരണത്തിൽ നമ്മൾ എന്താണ് ഭൂമിയിൽ കാണുന്നത്, തിരുവെഴുത്തിൽ എന്താണ് പുതിയ നിയമത്തിൽ കാണുന്നത് എന്നുള്ളതാണ് ദൈവം എങ്ങനെ ആയിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്നത്. അപ്പം ദൈവത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെയാണ്, തെറ്റായ കാഴ്ചപ്പാടുകളെ അത് നിശ്ചയമായിട്ട് നിരാകരിക്കപ്പെടേണ്ടതാണ്. ദൈവം എങ്ങനെ ആയിരിക്കുന്നു എന്ന് ദൈവം തന്നെക്കുറിച്ച് തന്നെ വെളിപ്പാട് നൽകിയതിന് ശേഷവും നമ്മൾ അതിനെ നിഷേധിച്ചാൽ അത് ദൈവനിഷേധമാണ്. അങ്ങനെ നാം ആരാധിക്കുമ്പോൾ അതൊരു വിഗ്രഹാരാധനയാണ്. കാരണം ദൈവം എങ്ങനെ ആയിരിക്കുന്നോ അങ്ങനെയല്ല നമ്മൾ ആരാധിക്കുന്നത്. ദൈവം എങ്ങനെ ആയിരിക്കുന്നോ തിരുവഴുത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നോ അങ്ങനെയല്ല നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് ഏത് ദൈവത്തിലാണ്? തിരുവഴുത്തിലൂടെ തന്നെ വെളിപ്പെടുത്തിയ ദൈവത്തിലല്ല, മറ്റ് നമ്മുടെ ഏതോ ഒരു സങ്കല്പത്തിലാണ് വിശ്വസിക്കുന്നത്. അപ്പം ക്രിസ്തുവിൻ്റെ ദൗത്യത്തെ പരാജയപ്പെടുത്തുന്നു. കാരണം ക്രിസ്തുവിൻ്റെ ദൗത്യം പിതാവിനെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇവിടെ വെളിപ്പെടുത്താനായിട്ടൊന്നുമില്ല, അത് യേശു തന്നെയാണെന്നാണ് ഇവർ പറയുന്നത്. മാത്രവുമല്ല, തിരുവഴുത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ആ ദൈവത്തിൻ്റെ ദൈവിക പൂർണ്ണതയുടെ ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നതിനെ നിഷേധിക്കുകയാണ്. അപ്പം പിന്നെ നമ്മൾ ആരാധിക്കുന്നത് തിരുവഴുത്തിലൂടെ തിരുവഴുത്തിൽ നമ്മൾ കാണുന്ന ആ ക്രിസ്തു സംഭവത്തിലൂടെ വെളിപ്പെട്ട ദൈവത്തെ അല്ല. അവിടെ തന്നെ അതുതന്നെയാണ് എനിക്കും കൺവിൻസിങ് ആയിട്ട് വന്നൊരു കീ പോയിന്റ്. ഒന്ന് നമ്മൾ ഈ സഭാപിതാക്കന്മാരെ തന്നെ വായിക്കുമ്പോൾ തന്നെ അവരെ ക്ലിയറാണ്. ഇത് ഒരിക്കലും വെച്ച് പൊറപ്പിക്കാൻ പറ്റുന്ന ഒരു, കൊളോക്കിൽ പറഞ്ഞാൽ വെച്ച് പൊറപ്പിക്കാൻ പറ്റുന്ന ഒരു ഉപദേശമേ അല്ല, തികച്ചും ദുരുപദേശം തന്നെയാണ്. പക്ഷേ ദിനിഷ പറഞ്ഞ പോയിന്റ്, സാൽവേഷൻ്റെ കോണ്ടെക്സ്റ്റ് വരുമ്പോൾ അതെ നമുക്ക് ഈ പറഞ്ഞ മോഡലിസം ഒരിക്കലും ചേർത്ത് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അതിനെയാണല്ലോ പാട്രിക് പാഷത്തിനെതിരായിട്ടുണ്ടായിരുന്ന വ്യക്തമായിട്ടുള്ള ഒബ്ജക്ഷൻ അതായിരുന്നു. ക്രൂശിനെ പറ്റി സംസാരിക്കുമ്പോൾ, രക്ഷയെ പറ്റി സംസാരിക്കുമ്പോൾ, പുത്രൻ യാഗം അർപ്പിക്കുന്ന പറ്റി എല്ലാം സംസാരിക്കുമ്പോൾ ഗോസ്പലിന് സെൻട്രിക്ക് വരുമ്പോൾ നമുക്ക് ഒരിക്കലും ചേർത്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ തികച്ചും ഒരു ആൻറ്റി ഗോസ്പലായിട്ട് തന്നെ അങ്ങനെ മാറുകയാണ്. ഒരു അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു ട്രിനിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാത്തുള്ള ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് ഒന്നുമല്ല. നമ്മൾ ആര്യനിസത്തെയും ദുരുപദേശങ്ങളൊക്കെ കാണുന്ന പോലെ തന്നെ ഒരേ തട്ടിൽ കാണേണ്ട ഒന്ന് തന്നെയാണ് സാബലിനിസം എന്നുള്ള ഈ വണ്ണസ് പെന്തക്കോസ്ത് ദുരുപദേശം തന്നെ. മാത്രമല്ല, ഇവിടെ യേശു നിത്യനാണ്, ദൈവപുത്രൻ നിത്യനാണ്. ഇവിടെ നിഷേധിക്കപ്പെടുന്നത് എന്താണ്? ദൈവപുത്രൻ്റെ നിത്യത്വമാണ് നിഷേധിക്കപ്പെടുന്നത്. പിന്നെ ഞങ്ങൾ യേശുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? പുത്രൻ എന്ന് പറയുന്നത് ഏതൊരു കാലത്ത് ആരംഭിച്ച ഒരു വ്യക്തിയാണ്. ആരിയൂസിൻ്റെ ഉപദേശത്തിൻ്റെ വേറൊരു വേർഷനാണ് യഥാർത്ഥത്തിൽ യേശുനാമോപദേശം എന്ന് പറയുന്നത്. കാരണം എന്താണ്? ആ ഉപദേശം അനുസരിച്ചിട്ട് യേശു നിത്യനല്ല. അപ്പോൾ യേശുവിൻ്റെ ദൈവത്വത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് അവർ പറയുന്നു. പക്ഷേ അതൊരു തന്ത്രമാണ്, ഒരു സാത്താന്യ തന്ത്രം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവരുടെ ഉപദേശം അനുസരിച്ചിട്ട് യേശുവിന് ഒരു ആരംഭമുണ്ട്. ദൈവപുത്രൻ നിത്യനല്ല, പുത്രനിഷേധം തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ഈ യേശുവിൻ്റെ ദൈവത്വത്തെ അവർ അംഗീകരിക്കുന്നല്ലോ. എവിടെ അംഗീകരിക്കുന്നു? അവർ ദൈവപുത്രൻ നിത്യനാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അതാണ് കീ പോയിന്റ്. അപ്പോൾ എവിടെയാണ് യേശുവിൻ്റെ? അതാണ് ക്രൈസ്തവ സഭ എല്ലാ കാലത്തും ഊന്നിപ്പറഞ്ഞ ദൈവപുത്രൻ്റെ നിത്യത്വത്തെ നിഷേധിക്കുന്നു, പിന്നെ യേശുവിൻ്റെ ദൈവത്തെ അംഗീകരിക്കുന്നു പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതിൻ്റെ അകത്ത്. കറക്റ്റ്. ഈ വണ്ണസ് പെന്തക്കോസ്റ്റലിൻ്റെ പെർവാസിഗ്നേച്ചർ, അതായത് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ഏറ്റവും റീസെൻ്റ്ലി ഞാൻ തിരിച്ചറിഞ്ഞത്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞങ്ങൾ കണ്ട ഒരു പാട്ട് ഞാൻ ദിനേശനെ കാണിക്കുണ്ടായി. ഇന്ത്യാന ബൈബിൾ കോളേജിൻ്റെ കൊയർ പാടിയൊരു പാട്ട്. അത് യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് ഗോഡ് എന്ന് പറഞ്ഞ ആ വാക്യം 14-ാം വാക്യം ഒക്കെ ഉദ്ധരിച്ചുള്ള ഒരു പാട്ട്. അത് ആ വാക്യം മാത്രം തന്നെയാണ് അവർ ഭൂരിഭാഗം സമയവും പാടുന്നത്. വളരെ ഭംഗിയായിട്ട് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളൊരു പാട്ട്. അത് സോഷ്യൽ മീഡിയ ഭയങ്കര ട്രെൻഡായി. എല്ലാവരും അതിനെ ചേർത്തെടുത്തു, എല്ലാവരും ഷെയർ ചെയ്തു. ഞങ്ങളൊക്കെ അത് ഷെയർ ചെയ്തു. കാരണം നമുക്കത് കേൾക്കുമ്പോൾ ഇന്ത്യാന ബൈബിൾ ബൈബിൾ കോളേജിലെ പിള്ളേർ ബൈബിൾ വാക്യം എടുത്ത് പാടുന്നു. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് UPCI എന്ന വണ്ണസ് പെന്തക്കോസ്റ്റൽ ഡിനോമിനേഷൻ്റെ കീഴിലുള്ളൊരു ബൈബിൾ കോളേജിലാണ് ഈ പാട്ട് നടന്നിരുന്നത്. അതായത് വണ്ണസ് പെന്തക്കോസ്റ്റൽക്കാർ പാടിയൊരു പാട്ടാണ്. പക്ഷേ ആ പാട്ട് കേൾക്കുമ്പോൾ അതിൽ മറഞ്ഞിരിക്കുന്ന ദുരുദ്ദേശം തിരിച്ചറിയുന്നില്ല. ഇതേപോലെ തന്നെ പല വിശ്വാസികളും ട്രിനിറ്റി എന്നതിന് പകരം വണ്ണസ് പെന്തക്കോസ്റ്റലിസം ആയിരുന്നേക്കാം, സാബലിനിസം തന്നെ ആയിരുന്നേക്കാം ഇന്ന് നമ്മുടെ സഭകളിലും മുറുകെ പിടിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നിർഭാഗ്യം ചിലപ്പോൾ നമ്മുടെ പാസ്റ്റർമാർ പോലും തിരിച്ചറിയാതെ അതങ്ങനെയാണല്ലോ വളരെ ലളിതമല്ല എന്ന് ചിന്തിച്ച് സാബലിനിസം തന്നെയായിരിക്കാം പിടിച്ചിരിക്കുന്ന
ഒരു വേദനാജനകമായൊരു സത്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവിടെ നമ്മളൊരു കാര്യം എനിക്ക് ഊന്നി പറയാനുള്ളത്, നമ്മുടെ ഇടയിൽ ഈ കാര്യം പഠിപ്പിക്കുമ്പോൾ യേശുനാമത്തിലുള്ള സ്നാനം അത് തെറ്റാണ്. ഇത് പറയുന്നുണ്ട്. സത്യത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നോ ഇല്ലയോ, ഓക്കെ, അതൊരു പോയിന്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്തുകൊണ്ട് അതങ്ങനെ തിരുവഴുത്തിൽ കാണുന്നുള്ളത് നമുക്ക് വിശദീകരിക്കാം. അതല്ല യഥാർത്ഥ പ്രശ്നം. ഒന്നുകൂടി ഊന്നി പറയാം. യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു, ആ ഒരു പ്രക്രിയ അല്ല യഥാർത്ഥ പ്രശ്നം. മറിച്ച് അതിൻ്റെ പിന്നിലൂടെ അവർ നടത്തുന്ന നിഷേധം എന്താണ്, ആ ഉപദേശ നിഷേധമാണ് പ്രസക്തമായ നിലയിൽ നമ്മൾ എതിർക്കപ്പെടേണ്ടത്. മറിച്ച് നമ്മുടെ ഇടയിൽ എതിർക്കപ്പെടുന്നത് യേശുവിൻ്റെ നാമത്തിലല്ല സ്നാനം, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് സ്നാനം. പക്ഷെ ആ ഡോക്ട്രിൻ കൃത്യമായിട്ട് നമ്മൾ വിശദീകരിക്കണം. ആ ഡോക്ട്രിനൽ റെവലേഷനെ അവർ നിഷേധിക്കുന്നു എന്നുള്ളതാണ് ആ രീതിയിലുള്ള സ്നാനത്തിൻ്റെ പിൻപിലുള്ള പ്രശ്നമെന്ന് പറയുന്നത്. സ്നാനപ്പെട്ട സമയത്തും എനിക്കും ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ക്ലാസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെ യേശുനാമത്തിലുള്ള സ്നാനം തെറ്റാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആ സ്നാനത്തിൻ്റെ പിൻപിലുള്ള ഉപദേശത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ കൂടുതലായിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. ആ ഉപദേശം വ്യക്തമായിട്ട് എന്താണ് ത്രിയേകോപദേശം, എന്താണ് വണ്ണസ് ഡോക്ടറിൻ്റെ ഡിഫറൻസ് എന്നുള്ളത് കൃത്യമായി പഠിപ്പിക്കണം. അതല്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, നമ്മൾ ഈ നാമത്തിൻ്റെ പേരും പറഞ്ഞിരിക്കും, പക്ഷെ അതിന് ബൈബിളിൽ ഈ പറയുന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു വാക്യമുണ്ടല്ലോ. അപ്പം ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ അത് തന്നെ ധാരാളമാണ്. കാരണം ഇത്ര വാക്യമുണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ. ഓക്കെ, അപ്പം നിങ്ങൾ ആ വാക്യതയാണോ നിഷേധിക്കുന്നത്? യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ എന്ത് ചെയ്താലും യേശുവിൻ്റെ നാമത്തിൽ ചെയ്യണം, വാക്യമുണ്ട്. അപ്പോൾ അതിനെയല്ല നമ്മൾ നിഷേധിക്കുന്നത്, ആ വാക്യത്തെയോ അതിനെ സംബന്ധിച്ചുള്ള നാമത്തെയല്ല. യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ആ തിയോളജി, ആ ഡോക്ട്രിനെയാണ് നമ്മൾ ഒപ്പോസ് ചെയ്യേണ്ടത്. ആ ഡോക്ട്രിനാണ് ഹെരസി. അപ്പോൾ ആ പോയിന്റിലേക്ക് കുറേയും കൂടി ഊന്നൽ നമ്മൾ കൊടുത്തേ പറ്റുകയുള്ളൂ. അത് നമ്മുടെ ആരാധനയിലും നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ പ്രസംഗത്തിലും നമ്മുടെ വ്യക്തിപരമായ ബോധ്യതയിലും ആ ഉപദേശത്തിന് കൃത്യമായ പ്രാധാന്യം ലഭിക്കണം. ഞാൻ ഇതിനകത്ത് ഈ ഒരു ചേഞ്ചിങ് ട്രെൻഡിനെ പറ്റി ജസ്റ്റ് ഒരു പരാമർശം പറയുകയാണ്. ഒരു ചർച്ച് സ്പെസിഫിക് ആയിട്ട് പറയുകയല്ല. പക്ഷേ ഞാൻ സൺഡേ സ്കൂൾ പഠിച്ച സമയത്ത്, IPCയുടെ സൺഡേ സ്കൂൾ പഠിച്ച സമയത്ത് ഞങ്ങളുടെ സൺഡേ സ്കൂൾ ടെക്സ്റ്റിനകത്തൊന്നും ഇങ്ങനത്തെ ഡോക്ടറിൻ സംഭവങ്ങളൊന്നും ഈ ആധികാരികമായിട്ടില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ 9ാം ക്ലാസ്സിൻ്റെ പുതിയ ടെക്സ്റ്റ് നോക്കിയപ്പോൾ അതിൽ നിക്കിയ സുനോദോസിൻ്റെ വിശ്വാസ പ്രമാണം, ഡോസറ്റിസം, ഗ്നോസിസം, ആര്യനിസം എതിരെയുള്ള ഒരു ചെറിയ സെറ്റ് 9ാം ക്ലാസ്സിൽ മനസ്സിലാക്കുന്ന ഒരാൾക്ക് കൊടുക്കത്തക്ക രീതിയിൽ മലയാളത്തിൽ ഇംഗ്ലീഷിലുള്ള റെസ്പോൺസ് അവിടെ കൊടുത്തിരിക്കുന്നു. അത് ഞാൻ പഠിച്ച സൺഡേ സ്കൂളിൽ നിന്ന് വ്യത്യസ്തമായ പുതിയ ടെക്സ്റ്റ്, പുതിയ കരിക്കുലം വന്നപ്പോൾ ആ ഒരു ചേഞ്ച് വന്നു. അതേപോലെ നമ്മുടെ ആരാധനകളിലും സഭാ പഠിപ്പിക്കലിലും കൂടെ തന്നെ സൺഡേ സ്കൂൾ ലെവലിലും ഈ ഒരു ടീച്ചിങ് ഇറങ്ങി ചെന്നാൽ മാത്രമേ പല പേരും ചോദിക്കുന്നു. നമ്മുടെ കുട്ടിയോട് ഒരാൾ ചോദിച്ചു, യേശു ദൈവമാണ് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പലരും ചിന്തിക്കുന്ന ആ ഒരു മതവിശ്വാസത്തെ കണ്ണിക്കാൻ മാത്രം ഇത് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ അന്നേരം മാത്രം അത് പഠിച്ചാൽ മതി എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അല്ല, പത്യോപദേശത്തിൽ വളരുമ്പോൾ തന്നെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വരേണ്ടുന്ന കാര്യങ്ങളാണ്. ആൽജിബ്രയും കാൽക്കുലസും ഒക്കെ പഠിക്കാൻ പറ്റുമെങ്കിൽ ഇതൊക്കെ ഏകദേശം മനസ്സിലാക്കാൻ ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് സാധിക്കും. അപ്പോൾ ആ രീതിയിൽ ചർച്ചയ്ക്ക് ഇതൊരു ഉളവാകും, ഈ ഒരു ഡിസ്കഷനും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് ഉളവാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യാശയോടെ ഞങ്ങൾ ഈ ഒരു ലക്കം ഇവിടെ പൂർത്തീകരിക്കുന്നു. നമ്മൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു ദുരുപദേശ കണ്ടന്റുമായിട്ട് കണ്ടുമുട്ടുന്നതായിരിക്കും.